സ്നേഹനന്ദനങ്ങൾ പ്രിയമുള്ളവരെ, വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൊണ്ട് ദൈവം നമുക്ക് ദാനം ചെയ്തല്ലോ, അതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് കർത്താവിനെ സ്തുതിക്കാം. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നും ഒരു നല്ല ടെസ്റ്റിമണി, ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. പ്രിയ കർത്താവിൻ്റെ ദാസൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ഈ സന്ധ്യാസമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. നിൻ്റെ സന്നിധിയിൽ ഒന്നിച്ച് കടന്നു വരുവാൻ കൊണ്ട് ഞങ്ങളെ ഒരുക്കി കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, ഇന്നും ഞങ്ങൾക്കൊരു നല്ല ജീവിതാനുഭവം കേൾക്കുവാൻ അവിടുന്ന് സാവകാശം ഒരുക്കിയല്ലോ. ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് അയച്ചിരിക്കുന്ന അവിടുത്തെ ദാസനായ സ്തോത്രം ചെയ്യുന്ന അവിടുത്തെ പഴുതുള്ള കരങ്ങളിൽ വെച്ച് ഉപയോഗിക്കണം. പ്രത്യേകമായി ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിച്ച് വൻകാര്യങ്ങളെ ഞങ്ങളുടെ നടുവിൽ ചെയ്യണം. നിൻ്റെ മഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. അറ്റൻഡ് ചെയ്യുന്ന ഓരോ ദൈവമക്കളെ നീ അനുഗ്രഹിക്കണം. അങ്ങനെ നീ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. സകലമാനംഭത്തോടത്തെ കർപ്പിക്കുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ വളരെ നല്ല ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോകുന്നത് സൗദി അറേബ്യയിൽ നിന്ന് പ്രിയപ്പെട്ട കർത്താവിദാസൻ പാസ്റ്റർ റജി തലവടിയാണ് നമ്മളോടൊപ്പം ഇന്നത്തെ സെഷനിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. വളരെ സ്നേഹത്തോടു കൂടി ആദരവോടുകൂടി പ്രിയ പാസ്റ്റർ വെൽക്കം ചെയ്യണം. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ലോർഡ്. സൗദി അറേബ്യയിൽ നിന്ന് അല്ലേ പാസ്റ്ററെ? അതെ, സൗദി അറേബ്യയിലാണ്. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി ജീവിതാനുഭവങ്ങളുണ്ടെന്ന് എനിക്ക് കേൾക്കുവാനിടയായി തീർന്നു. സൗദിയിൽ തന്നെയുള്ള ടിജി സിസ്റ്ററാണ് നമ്പർ തന്നത്. അതെ, ചർച്ച് മെമ്പറാണോ? അല്ലല്ല, വേറൊരു ചർച്ച് മെമ്പറാണ്. ശരി. എന്താണെങ്കിലും സിസ്റ്റർ പറഞ്ഞു പാസ്റ്ററെ വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പാസ്റ്റർ നാട്ടിലെവിടെയൊക്കെയാണ്? നാട്ടിൽ എൻ്റെ വീട് തലവടി എന്ന് പറയുന്ന സ്ഥലമാണ്. തലവടി എന്ന് പറഞ്ഞാൽ ആലപ്പി ഡിസ്ട്രിക്റ്റില്, കുറച്ചുകൂടെ വ്യക്തതയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എടത്തുവ എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടിട്ടുണ്ടായിരിക്കും. അതിനടുത്തുള്ള ഒരു സ്ഥലമാണ് തലവടി എന്ന് പറയുന്നത്. തലവടിയിലാണ് എൻ്റെ കുടുംബ വീട്. ഞാൻ അവിടെയാണ് ജനിച്ചു വളർന്നതും പഠിച്ചതും എല്ലാം. ഇപ്പോൾ എന്നാൽ ഞാൻ സ്വന്തമായി വീട് വയ്ക്കുവാനിടയായി. അത് തിരുവല്ലയിലാണ്. ശരി. പേരിൽ തന്നെ തലവടി ഉണ്ടല്ലോ, അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തലവടിക്കാരനാണെന്നുള്ളത്. അതെ, തീർച്ചയായിട്ടും. ദൈവത്തിന് സ്തോത്രം. സൗദി അറേബ്യയിലായിട്ട് എത്ര വർഷമായി പാസ്റ്ററെ? സൗദി അറേബ്യയിലായിട്ട് ഇപ്പോൾ 31 വർഷം കഴിഞ്ഞു. 32ാം വർഷത്തിലേക്കാണ്. അതെ. അവിടെയും ആത്മീക ശുശ്രൂഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടല്ലേ? ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നോ? അല്ല, ഞാൻ സൗദി അറേബ്യയിലേക്ക് വന്നത് 93-ലാണ്. 93-ൽ ഞാൻ സൗദി അറേബ്യയിൽ ഒരു മർത്തോമക്കാരനായിട്ടാണ് വന്നത്. ജോലിയോടനുബന്ധിച്ച് അങ്ങനെ വന്നു. എന്നെ ഈ സൗദി അറേബ്യയിൽ കടന്നു വരാൻ സഹായിച്ച ഞങ്ങളുടെ ഒരു ദൈവദാസനുണ്ടായിരുന്നു, മാത്യു PM. അദ്ദേഹവും ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ്, എൻ്റെ ഒരു ബന്ധുവും കൂടിയാണ്. അദ്ദേഹം മുഖാന്തരമാണ് ഈ സൗദി അറേബ്യയിൽ വരുവാനിടയായത്. അദ്ദേഹം ആ സമയത്ത് വിശ്വാസി ആയിരുന്നത് കൊണ്ട് എന്നെ പല ആവർത്തിയും മീറ്റിങ്ങിന് വിളിക്കുമായിരുന്നു. എനിക്കതിനോടൊന്നും താല്പര്യമില്ലാതെ ഞാൻ ഒഴിഞ്ഞു നിൽക്കുമായിരുന്നു. എനിക്ക് സൗദി അറേബ്യയെക്കുറിച്ച് വലിയ അറിവുകളൊന്നുമില്ലായിരുന്നു. വലിയ സ്ട്രിക്റ്റുള്ള രാജ്യമാണെന്നോ ഒന്നും അറിയത്തില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് പറയാറുണ്ടായിരുന്നു, പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കാനൊക്കെ പോകണം, അങ്ങനെയൊക്കെ ഉപദേശിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഒരു വ്യാഴാഴ്ച വൈകിട്ടത്തെ മീറ്റിങ്ങിന് ഞാൻ കടന്നുപോയി. അതാണ് എൻ്റെ സൗദി അറേബ്യയിലെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭ ദിനം. അവിടെ നിന്ന് ആരംഭിച്ചതാണ് അതൊരു പെന്തക്കോസ്റ്റൽ പാസ്റ്റർ എന്ന ഒരു അനുഭവത്തിലേക്ക് വരാനൊക്കെ കാരണമായി തീർന്നു. ഒരു പാസ്റ്ററായിട്ട് ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാനൊക്കെ കാരണമായി തീർന്നു. തീർച്ചയായിട്ടും അതൊരു എൻ്റെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതെ. സൗദി അറേബ്യയെ സംബന്ധിച്ച് സൗദി അറേബ്യയുടെ ആരാധന ക്രമീകരണങ്ങൾ വ്യാഴം വെള്ളി ദിവസമാണ് മീറ്റിങ്ങുകൾക്ക് കൂടുതൽ പ്രാധാന്യം. വ്യാഴാഴ്ച രാത്രി, എല്ലാ ദിവസവും മീറ്റിംഗ് രാത്രിയിലാണ്, കാരണം എല്ലാവരും ജോലിക്കാരായതുകൊണ്ട്. വെള്ളിയാഴ്ച ദിവസം ഇവിടെ ഹോളിഡേയ്സ് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച രാവിലെ സഭായോഗം, അങ്ങനെയാണ് ഇവിടുത്തെ ക്രമീകരണം. അങ്ങനെ വ്യാഴാഴ്ച രാത്രി ഞാനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. വെള്ളിയാഴ്ച രാവിലെ സഭായോഗത്തിന് അറ്റൻഡ് ചെയ്തപ്പോൾ മുതലാണ് ഈ ടേണിംഗ് പോയിന്റിന്റെ സ്റ്റാർട്ടിങ് കുറിക്കുവാനിടയായത്. അതെ, അതെ. പക്ഷേ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു. കുടുംബം, ഫാമിലി, പാസ്റ്റർ ഫാമിലിയെ കുറിച്ച്. അതെ, അത് പറയാം. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷമാണ്
വിവാഹം കഴിക്കുവാനിടയായത്. അതൊക്കെ ഒരു ടെസ്റ്റ് മണിയുണ്ട്. അത് ശരി, ഇതിനിടയിൽ അങ്ങനെയാണെങ്കിൽ ആരംഭകാലം മുതലുള്ള ടെസ്റ്റ് മണി കേൾക്കാം. അപ്പൊ ആ കൂട്ടത്തിൽ കുടുംബവും ആ അതെ. കാര്യങ്ങളൊക്കെ നമുക്ക് ആ കൂട്ടത്തിൽ കേൾക്കാം. പാസ്റ്റർക്ക് ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങാം. ഞാൻ കേൾക്കാൻ റെഡിയാണ്. കണ്ടിന്യൂ ഓക്കെ, ചെയ്യാൻ കേട്ടോ. ഇനി അത്യാവശ്യം ഉണ്ടെങ്കിലേ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. ഓക്കെ മതി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു സാവകാശം ദൈവസന്നിധിയിൽ ചെലവഴിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഒരുക്കി തന്ന ഈ ഭാഗ്യത്തിനായി ഞാൻ ആദ്യം ദൈവത്തോട് നന്ദി പറയാണ്. ഇതിന് മുഖാന്തരമായി തീർന്ന ഞങ്ങളുടെ പ്രിയ സഹോദരി ടിജി, അതിനുവേണ്ടി എനിക്ക് വേദി ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസും ഫിനി പാസ്റ്ററിനോടും കുടുംബത്തോടും ആസാദി ടി വി പ്രവർത്തകരോടും എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. എൻ്റെ ജീവിതാനുഭവങ്ങൾ, എൻ്റെ വിശ്വാസ ജീവിതത്തോട് ബന്ധപ്പെട്ടുള്ള തുടക്കം മുതൽ പറയുവാൻ ഒത്തിരി ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർപ്പിക്കുക. എന്നാലും വിശ്വാസത്തിൻ്റെ ചുവട് വെച്ചത് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം ഒന്ന് ഓർപ്പിക്കാം. സൗദി അറേബ്യയിൽ 1993 ആഗസ്റ്റ് 7-ാം തീയതിയാണ് ഞാൻ സൗദി അറേബ്യയിൽ കാലുകുത്തുന്നത്. ആ സമയങ്ങളിൽ ഇവിടുത്തെ സ്ട്രിക്റ്റിനെ കുറിച്ചോ മറ്റൊന്നിനെ കുറിച്ചോ എനിക്കൊരു ബോധമില്ലായിരുന്നു, എനിക്ക് അറിവില്ലായിരുന്നു. ഈ രാജ്യം ഇങ്ങനത്തെ രാജ്യമാണെന്ന് ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വന്നപ്പോൾ എൻ്റെ ഒരു ബൈബിളുമായിട്ടൊക്കെയാണ് വന്നത്. എൻ്റെ ഇങ്ങോട്ടുള്ള വരവിന് തന്നെ ഒത്തിരി പ്രതിസന്ധികളും ഒത്തിരി പ്രയാസങ്ങളും ഞാൻ സഹിച്ചാണ് വന്നത്. അതൊക്കെ ഒത്തിരി ചരിത്രമാണ്, അതിലേക്കൊന്നും പോകണ്ട. അതിനേക്കാൾ ഉപരി ഇവിടെ കൊണ്ടുവന്ന് ദൈവം എന്നെ പണിത വിധങ്ങളെയാണ് ഞാൻ ഇന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഞാൻ സൗദി അറേബ്യ വന്നു. എനിക്കിവിടെ കടന്നു വരുവാൻ മുഖാന്തരം ഒരുക്കിയ ഞങ്ങളുടെ പ്രിയ മധുച്ചാനോട് ചേർന്ന് ഞാൻ മീറ്റിങ്ങിന് കടന്നുപോയി. ഒരു വ്യാഴാഴ്ച രാത്രി ഇവിടുത്തെയൊക്കെ മീറ്റിങ്ങുകൾ എനിക്കതിന് മുമ്പ് മറ്റേ പെന്തക്കോസ് എക്സ്പീരിയൻസ് ആയിട്ട് പറയത്തക്ക ഒന്നുമില്ല. എന്നാൽ ഇട മീറ്റിങ്ങിൽ ഒരു കൂട്ടരോട് ഒരുമിച്ച് യുവാക്കന്മാരോട് ചേർന്ന് ഞാനൊരു പെന്തക്കോസ് ഗ്രൂപ്പിൽ മീറ്റിങ്ങിന് പോയിക്കൊണ്ടിരുന്നു. അവിടെ വെച്ച് അവരെന്നോട് ഇങ്ങനെ സ്ഥിരമായി ചെല്ലാൻ തുടങ്ങിയപ്പോൾ ശാനപ്പെടണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് ആ പരിപാടി നിർത്തി മടങ്ങിപ്പോയൊരു വ്യക്തിയാണ്. എന്നാൽ സൗദി അറേബ്യ വന്നിങ്ങനെ മീറ്റിങ്ങിനായി കടന്നുപോയി. പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ ഇവിടുത്തെ സഭായോഗം ആരംഭിക്കുന്ന സമയത്ത് ഏകദേശം ഞങ്ങൾ അന്ന് ഇവിടുത്തെ കൂട്ടായ്മകളെക്കുറിച്ചുകൂടെ ഒരു വാക്ക് പറഞ്ഞോട്ടെ. എല്ലാം ഹൗസ് പ്രയറുകളാണ്, വലിയ ചർച്ചുകൾ നമുക്കില്ല. ചെറിയ റൂമിനകത്ത് ഫുൾ പാക്കിങ്, എയർ ടൈറ്റ് പാക്കിങ്ങിനകത്താണ് എല്ലാവരും ഇരിക്കുന്നത്. യാതൊരു കാരണവശാലും വാതിലുകൾ തുറക്കാനൊക്കത്തില്ല. ഈവൻ പൊടി കുഞ്ഞുങ്ങളെ പോലും കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടുന്ന സമയത്തൊന്നും വാതിലുകൾ തുറക്കത്തില്ല, സൗണ്ട് പ്രൂഫാക്കി. അങ്ങനെയുള്ള കൊച്ചു റൂമിനകത്താണ് എൻ്റെ ആദ്യത്തെ മീറ്റിംഗ്. അന്ന് ഞാനിപ്പോൾ ആയിരിക്കുന്ന സഭയുടെ അന്നത്തെ ഞങ്ങളുടെ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ സാംകുട്ടി, അതായത് ജോർജ് ഫിലിപ്പ് എന്ന് ഞങ്ങൾ പറയും, സ്വതന്ത്രം കർത്താവിൻ്റെ ദാസനായിരുന്നു ഞങ്ങളുടെ പാസ്റ്റർ. അദ്ദേഹം ആത്മീയ ശുശ്രൂഷയിൽ വളരെ മുൻപന്തിയിലായിരുന്നു. വളരെ ശക്തനായ ഒരു ദൈവദാസനാണ്. ഇന്നും അതേ നിലയിൽ ഒട്ടും ആത്മീയത്തിൽ കുറയാതെ ശക്തനായി തന്നെ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം, ഞാൻ സഭായോഗത്തിൽ ചെന്നു. എനിക്കവിടെ സാക്ഷി പറയണമെന്നോ ഒന്നും എനിക്കറിയത്തില്ല, ഞാനിങ്ങനെയൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല. എന്നാൽ പെന്തക്കോസിൻ്റെ അനുഭവമാണല്ലോ, സാക്ഷികൾ പറയണമായിരുന്നു. ചുരുക്കം പേരേ ഉള്ളൂ, 10-17 പേരേ ഉള്ളൂ മീറ്റിങ്ങിന്. എൻ്റെ അടുക്കയിരുന്ന എല്ലാവരും പെട്ടെന്ന് സാക്ഷി പറഞ്ഞിട്ട് എൻ്റെ അടുക്കയിരുന്ന ഒരു പ്രിയപ്പെട്ടവൻ ബൈബിൾ എൻ്റെ കയ്യിലൂടെ തന്നിട്ട് എന്നെ ഇങ്ങനെ ഞൂണ്ടിക്കൊണ്ടിരുന്നു, എഴുന്നേക്കെന്നുള്ള നിലയിൽ. അങ്ങനെ ഞാനങ്ങ് എഴുന്നേറ്റ് എന്തു പറഞ്ഞെന്ന് ഇന്നും എനിക്കറിയത്തില്ല. എന്തൊക്കെയോ വിക്കി മുട്ടടിച്ച് ഞാൻ സാക്ഷി പറഞ്ഞിരിക്കുകയും ആ ദൈവദാസനെ കൂടി ശക്തമായ ദൈവത്തിൻ്റെ ആലോചന വെടിപൊട്ടുന്നത് പോലെ മുഴങ്ങാൻ തുടങ്ങി. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ, ഞാൻ അന്ന് വരെ പ്രവചനം കേട്ടിട്ടുമില്ല, വേണ്ടവണ്ണം ബൈബിളൊന്നും വായിച്ചിട്ടില്ല. മർത്തമ്മ പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടെങ്കിലും ബൈബിളൊന്നും സ്ഥിരമായി വായിക്കുകയോ അതിൻ്റെ ആഴമേറിയ മർമ്മങ്ങളൊന്നും അറിയത്തില്ലാതിരിക്കുന്ന സമയത്ത് പ്രവചനമൊന്നും ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ അതൊക്കെയും ആരംഭവും ആദ്യത്തേതുമായിരുന്നു. അത് ഞാൻ വിശ്വസിക്കാൻ വേണ്ടി ആ ദൈവദാസൻ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം എന്നോട് പ്രവചനാത്മാവിൽ സംസാരിക്കാൻ തുടങ്ങിയത്
എൻ്റെ തലവടിയിലുള്ള വീട് ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഇപ്പുറത്തായിട്ട് ഒരു യാക്കോബ പള്ളിയുടെ കുരിശുമൂടുണ്ട്. ആ കുരിശുമൂട് അടയാളമാക്കി അങ്ങോട്ട് പറയാൻ തുടങ്ങി. ഓരോ വഴിയും ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാടുമുള്ള മരങ്ങള് എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് തെറ്റ് പറ്റിയില്ല എന്നുള്ളത് ഒന്ന് കൃത്യമായിട്ട്, അത്ര കൃത്യമായിട്ട് ആ ദൈവദാസൻ ഓരോ കാര്യങ്ങളും പറയുവാനിടയായി. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഇതൊന്ന് അറിയണമല്ലോ, ഇതിൻ്റെ സത്യങ്ങളൊന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ ഇറങ്ങിത്തിരിച്ച് അന്നു മുതൽ ഈ വർഷം വരെ, ഈ ദിവസം വരെ എൻ്റെ സഭായോഗം മുടങ്ങിയിട്ടില്ല. ഞാൻ ഇതുവരെയും എൻ്റെ സഭായോഗം മുടക്കിയിട്ടില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു സഭായോഗം മുടക്കിയിട്ടുണ്ട്. ആ മുടക്കാൻ കാരണം എൻ്റെ വൈഫിന് ചിക്കൻ പോക്സ് പിടിച്ച് കിടന്ന് ഇവിടെ വെച്ച്, അപ്പോൾ ഞാൻ പുള്ളിക്കാരത്തിയുടെ കൂടെ റൂമിലായതുകൊണ്ട് ഞാൻ അന്ന് ആരാധനയ്ക്ക് പോയില്ല. ആരാധനയ്ക്ക് പോകാഞ്ഞതിന് അന്ന് ദൈവദാസൻ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. രോഗമുള്ളപ്പോഴാണ് ആരാധനയ്ക്ക് വരേണ്ടത്, അല്ലാത്തപ്പോഴല്ല. അന്നേരം ദൈവത്തോട് കൂടുതൽ അടുക്കാനും ദൈവപ്രവൃത്തി കാണുവാനും ഇടയാകും എന്ന് പറയുവാനൊക്കെ ഇടയായി. അങ്ങനെ എൻ്റെ അറിവിൽ എൻ്റെ സഭായോഗം ഒരെണ്ണമേ മുടങ്ങിയിട്ടുള്ളൂ ഇന്ന് വരെ. എൻ്റെ ഞാൻ യാത്രകളൊക്കെ ക്രമീകരിക്കുകയാണെങ്കിൽ ഈ സഭായോഗം മുടങ്ങാത്ത വിധത്തിലെ ഞാൻ യാത്രകൾ ക്രമീകരിക്കത്തുള്ളൂ, ഇവിടെ വെച്ചായാലും നാട്ടിൽ വെച്ചായാലും. ഇന്നുവരെയും ദൈവകൃപയാൽ അങ്ങനെ പോകുന്നു. അങ്ങനെ ആ ദൈവദാസൻ എന്നെ വിശ്വസിപ്പിക്കേണ്ടതിന് വേണ്ടി ആ അടയാളങ്ങൾ പറഞ്ഞ് എന്നെ ഉറപ്പിച്ചു. ഞാൻ അന്നു മുതൽ ദൈവസഭയോട് ചേരുവാൻ തുടങ്ങി. എന്നാൽ ഈ സ്നാനം എന്ന് പറയുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. ഈ സ്നാനത്തെക്കുറിച്ച് ശരിയാണോ അല്ലയോ എന്ന് വാദിക്കാനും ഞാൻ ബൈബിള് വായിച്ചു തുടങ്ങി. ഞാൻ കൃത്യമായിട്ട് അടയാളം വെച്ച് പഴയ നിയമത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കും, സങ്കീർത്തനത്തിന് അവിടുന്ന് അങ്ങോട്ട് ഒരു ഭാഗം വായിക്കും, പുതിയ നിയമത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കും. അങ്ങനെ 3 പ്രാവശ്യം ഞാൻ ബൈബിള് വായിച്ചു തീർത്തിട്ട് അതിനകത്ത് ഈ ശിശുസ്നാനം എന്ന് പറയുന്ന ഒരു വാക്കോ അങ്ങനെയുള്ളൊരു സ്നാനത്തെക്കുറിച്ചോ കാണുവാനിടയായില്ല. അങ്ങനെ ഞാൻ ദൈവസഭയോട് ചേർന്ന് ഇങ്ങനെ എല്ലാ മീറ്റിങ്ങിനും പോകും. ഒരു മീറ്റിംഗ് പോലും മുടക്കത്തില്ല. ജോലി കഴിഞ്ഞ് ഓടിപ്പോയി മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ദൈവസഭയുടെ ഞങ്ങൾ ഇന്നും അത് തുടർമാനമായിട്ട് കൊണ്ടുവന്നു. വർഷത്തിൽ 12-ൽ 1 ദൈവത്തിനെന്ന നിലയിൽ 12 മാസത്തിൽ 1 മാസം ഉപവാസ പ്രാർത്ഥനയാണ്. അത് ഡിസംബർ 1-ന് ആരംഭിച്ചാൽ ഡിസംബർ 31-ന് അത് അവസാനിക്കത്തുള്ളൂ. ഇപ്പോൾ അത് ഞങ്ങൾ 40 days ആയിട്ട് സുതരം നീട്ടിക്കൊണ്ടുപോയി അങ്ങനെ തുടർമാനമായിട്ട് നടക്കുന്നു. ഈ 40 days-ൽ ദൈവകൃപയാൽ കഴിഞ്ഞ 5 വർഷമായി 40 ദിവസവും ഫുൾ ഫാസ്റ്റിങ്ങിലാണ് എല്ലാ വർഷവും ഞാൻ ദൈവസന്നിധിയിൽ. അത് ദൈവം തന്നൊരു കൃപയാൽ ഞാൻ ആശ്രയിച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ ഡിസംബറിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഒരു രാത്രിയിൽ മീറ്റിങ്ങിൽ ദൈവദാസൻ എന്നോട് ദൈവത്തിൻ്റെ ആലോചന പറയാൻ, നിന്നെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ 3 ദിവസത്തിനുള്ളിൽ അടയാളമായി ഞാൻ നിന്നെ ആത്മാവിൽ നിറയ്ക്കുമെന്ന്. എൻ്റെ മനസ്സുകൊണ്ട് ഞാനത് പറഞ്ഞു. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ ആരോടും പറഞ്ഞില്ല, പൊതുവിൽ പറഞ്ഞില്ല. 3 ദിവസം ഞാൻ കാത്തിരുന്നു. എനിക്ക് അഭിഷേകത്തിൽ നിറയുവാനോ വ്യത്യാസങ്ങളൊന്നും കാണുവാനോ ഇടയായില്ല. എന്നാൽ എൻ്റെ മാനുഷികമായ ചിന്തയും എൻ്റെ പ്ലാനും ഒരു വിവാഹമൊക്കെ കഴിച്ചതിന് ശേഷം വിശ്വാസത്തിലേക്ക് കടന്നു വരാം, അതുവരെ ഇങ്ങനെ പോകാം എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാന്. എന്നാൽ അടുത്ത വെള്ളിയാഴ്ച സഭായോഗമായപ്പോഴത്തേക്ക് ഇതുപോലെ ഞാൻ ദൈവസേനയിൽ എഴുന്നേറ്റ്, ഒരു പ്ലാനുമില്ല, എഴുന്നേറ്റ് ഞാൻ പറയുകയാണ്, ഞാൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു, എനിക്ക് വിശ്വാസ സ്നാനം ആവശ്യമാണ്, എനിക്കതിനുള്ള മുഖാന്തരം ദൈവസഭ ചെയ്തു തരണമെന്ന് ഞാൻ എഴുന്നേറ്റ്, ഞാൻ പ്ലാൻ ചെയ്യാതെ എന്നെ കൊണ്ട് ദൈവം പറയിപ്പിച്ചു. ദേവദാസനെ, പ്രിയപ്പെട്ടവരെ, കേൾക്കുന്നവരെ, ഇത് ഒരു വലിയ അത്ഭുതമാണ്. അന്ന് വെള്ളിയാഴ്ചയാണ്, സഭായോഗം കഴിഞ്ഞു, ഞാൻ സാക്ഷി പറഞ്ഞു, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് വൈകിട്ട് മീറ്റിംഗ് ഇല്ല. ശനിയാഴ്ച, പിറ്റേ ദിവസം ശനിയാഴ്ച ഞങ്ങളുടെ ഒരു സഹോദരൻ്റെ വീട്ടിൽ കോട്ടേജ് മീറ്റിംഗ് പോലെ വൈകിട്ട് നടക്കുന്ന മീറ്റിങ്ങിൽ ഒരു നിരയിൽ ഞങ്ങൾ 9 പേരായിരിക്കുന്നത്. എന്നുവെച്ചാൽ കുറച്ച് വിശാലമായിട്ട് ഇരിക്കാനൊന്നും പറ്റത്തില്ല, മുട്ടയിലേ ഇരിക്കാനൊക്കത്തുള്ളൂ. മുട്ടയിൽ നിന്ന് ഇറങ്ങിയിരിക്കാനുള്ള സ്ഥലമില്ല. ഒരു വലിയ കട്ടിലും അതിൻ്റെ 2 സൈഡിലും ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ വീടുകളിൽ.
അങ്ങനെ അത് കാരണം തിങ്ങിയിരിക്കുന്ന ഒരു അനുഭവമാണ്. ഈ 9 പേരുടെ നടുവിൽ ഞാൻ ഇരിക്കുമ്പോൾ പാട്ടുപാടി, പാട്ടിൻ്റെ ഒരു ചാൻസ് പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആത്മാവിൽ നിറയുവാനിടയായി. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഉവ്വ് ഉവ്വ് തന്നെയാണ്. ദൈവസന്നിധിയിൽ ഞാൻ മാത്രമല്ല, എൻ്റെ ഇടം വലം വരുന്ന 9 പേരും ആ ഒറ്റ രാത്രി അഭിഷേകം പ്രാപിക്കുവാനിടയായി. അങ്ങനെ ഒരു അടയാളമായി ദൈവം എന്നെ വേർതിരിച്ചു. അന്നു മുതൽ ദൈവസഭയോട് ആത്മാവിൽ ചേർന്ന് ആരാധിച്ചു. സ്നാനത്തിനായിട്ട് എൻ്റെ ക്രമീകരണങ്ങൾ നടത്തി. സ്നാനത്തിനായിട്ടുള്ള തീരുമാനം വന്നു. സ്നാനപ്പെടണമെങ്കിൽ അന്ന് സൗദി അറേബ്യയിൽ ഓർഡിനേഷനുള്ള പാസ്റ്റേഴ്സ് 2 പേരെ അറിവിലുള്ളൂ. ഒരാൾ ജദ്ദയിലും ഒരാൾ ദമാമിലും. റിയാദിൽ ആരുമില്ല. റിയാദിൽ ഇന്ന് പെന്തക്കോസ് കൂട്ടായ്മ ഏകദേശം 116 കൂട്ടായ്മ റിയാദ് സിറ്റി തന്നെ നടക്കുന്നുണ്ട്. അന്നും വലിയ കുറവൊന്നുമില്ല, കാരണം എല്ലാം ചെറിയ ചെറിയ മീറ്റിങ്ങുകളായതുകൊണ്ട് മീറ്റിങ്ങുണ്ട്. പക്ഷേ ഓർഡിനേഷനുള്ള ഒറ്റ പാസ്റ്റർമാരും അന്ന് റിയാദിലില്ല. ഇന്ന് റിയാദിൽ ഓർഡിനേഷൻ ഇല്ലാത്ത പാസ്റ്റർമാരാരുമില്ല, എല്ലാവരും ഓർഡിനേഷൻ ഉള്ള പാസ്റ്റർമാരാണ്. കൃപയാൽ എൻ്റെ സ്നാനത്തിനുള്ള ഡേറ്റുകൾ ക്രമീകരിച്ചു. സ്നാനത്തിനായി കടന്നു പോകാനുള്ള പ്ലാനും പദ്ധതിയെല്ലാം ഒരുക്കി. വ്യാഴാഴ്ച മീറ്റിംഗ് കഴിഞ്ഞ് എന്നെ കൊണ്ട് റിയാദിൽ സ്നാനപ്പെടുത്താനുള്ള സൗകര്യമില്ല. ദമാമിൽ അവിടെ കടലുണ്ട്, അവിടെ കൊണ്ടുപോയി സ്നാനപ്പെടുത്താനുള്ള ക്രമീകരണം ചെയ്ത് സഭയായി ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ എന്നെയും കൊണ്ട് പോകാനുള്ള പദ്ധതിയെല്ലാം ചെയ്ത് ഒരുങ്ങി ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ സഭാ ശുശ്രൂഷനായിരിക്കുന്ന ജോർജ് ഫിലിപ്പ് എന്ന് പറഞ്ഞ സാങ്കുട്ടി പാസ്റ്റർ പെരുമ്പട്ടി, അദ്ദേഹം എന്നോട് ചോദിച്ചു, വിശ്വാസത്തിൽ സ്നാനപ്പെട്ടാൽ നിലനിൽക്കാൻ പറ്റുമോ? പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ? എന്നെ പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. ഞാൻ എടുത്ത തീരുമാനത്തിൽ അതിൻ്റെ അവസാനം വരെ ഞാൻ നിൽക്കും എന്ന് ദേവദാസനോട് പറഞ്ഞു. അങ്ങനെ ചോദ്യം ചോദിക്കാൻ കാരണമുണ്ട്. എന്നെ സ്നാനപ്പെടുത്തുവാനിരിക്കുന്ന ഓർഡിനേഷനുള്ള പാസ്റ്റർ അന്ന് സന്ധ്യയായപ്പോൾ ദേവദാസനെ വിളിച്ചറിയിച്ചു, മീശ ഉണ്ടെങ്കിൽ സ്നാനപ്പെടുത്തത്തില്ല. അദ്ദേഹത്തെ ദൈവദാസന്റെ കാഴ്ചപ്പാടിലും വിശുദ്ധിയും വേർപാടിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ അദ്ദേഹം പറഞ്ഞു, വീശ ഉണ്ടെങ്കിൽ ഞാൻ സ്നാനപ്പെടുത്തത്തില്ലെന്ന്. അങ്ങനെ എൻ്റെ സ്നാനം അന്ന് മുടങ്ങി. അങ്ങനെ ഞാൻ സ്നാനപ്പെടാൻ കഴിഞ്ഞില്ല. അങ്ങനെ വേറെ 2 പേരുണ്ടായിരുന്നു, അവരെ കൊണ്ടുപോയി സ്നാനപ്പെടുത്തിയൊക്കെ മടങ്ങി വന്ന് വീണ്ടും ഞാൻ ദൈവസഭയോട് ചേർന്ന് ഇങ്ങനെ ആരാധനയിൽ പങ്കുകൊണ്ട് പോകുമ്പോൾ ഒരു ദിവസം വിസിറ്റിങ്ങിനായി ഇവിടെ വന്ന ഒരു ദൈവദാസൻ സഭയോടായി പൊതുവായി ദൈവത്തിൻ്റെ ആലോചന കൈമാറി. അതിങ്ങനായിരുന്നു, ഫിലിപ്പ് പാസ്റ്റർ, ഞങ്ങൾ ഫിലിപ്പ് പാസ്റ്റർ വിളിക്കുന്നത് സാങ്കുട്ടി പെരുമ്പട്ടി, അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, നിന്നെ ഞാനൊരു അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുകയാണ്, നീ അതിനുവേണ്ടി ഒരുങ്ങണം എന്ന് പറയുവാനിടയായി. അതേസമയം ഞങ്ങളുടെ സഭയിലുള്ള കൃപാവരമുള്ള അന്ന് സഹശുശ്രൂഷ അയക്കുന്ന ജോസ് ഫറീസ് എന്ന് പറഞ്ഞ ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹവും ഇതേ ആലോചന വീണ്ടും ആവർത്തിച്ച് അറിയിക്കുവാനിടയിൽ. അന്ന് ഞങ്ങൾ 30 പേര് ഈ സഭയിലുണ്ട്. ഈ 30 പേരും അന്ന് തന്നെ ഒരു റിക്വസ്റ്റ് എഴുതി. അദ്ദേഹം IPCയിലെ വിശ്വാസിയായിരിക്കുമ്പോൾ IPC കുമ്പനാട്ടിലേക്ക് ഞങ്ങൾക്കിങ്ങനെ ഒരു പാസ്റ്ററെ ആവശ്യമാണെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്ത് തരണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് എഴുതി വിട്ട് നാട്ടിലേക്ക് പറഞ്ഞു വിട്ട് അദ്ദേഹം അവിടെ ചെന്ന് പ്രൊസ്പെക്ടറിൻ്റെ മുന്നിൽ നിന്ന് അദ്ദേഹത്തെ ആ ശുശ്രൂഷയെ ഏൽപ്പിച്ച് റിയാദിലേക്ക് വിട്ടു. അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സന്താനമാണ് ഞാൻ, ആത്മീയ സന്താനം. അദ്ദേഹവും ഞാനും പോകുന്നിടത്തല്ല ഇത് പറയും. 2 മക്കളുണ്ട്. ആദ്യ സന്താനം, ഒന്ന് മാനുഷികമായുള്ള സന്താനവും ഒന്ന് ആത്മീയമായിട്ടുള്ള സന്താനവും. കൃപയാൽ അങ്ങനെ അദ്ദേഹം എന്നെ സ്നാനപ്പെടുത്തി. അദ്ദേഹം ഈ സഭ നയിച്ചു. ഞാനൊരു വിശ്വാസിയായിട്ടിരുന്നു. എന്നാൽ 2 മാസമേ ഒന്നിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ഈ സഭയിലായിരിക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. അപ്പോഴത്തേക്ക് എൻ്റെ ജോലിയോട് ബന്ധപ്പെട്ട് എൻ്റെ കമ്പനി എന്നെ ഈ റിയാദിൽ നിന്ന്, ഞങ്ങൾ റിയാദിലാണ്, ഇപ്പോൾ റിയാദിൽ നിന്ന് ഇവിടുന്ന് ഒരു 250 കിലോമീറ്റർ സ്വതന്ത്രം ദൂരോട്ട് മാറി മജിമ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് എന്നെ ട്രാൻസ്ഫർ ആക്കി. വിശ്വാസത്തിലേക്ക് ഇറങ്ങി. എനിക്ക് വിശ്വാസത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല, എനിക്ക് വലിയ പാരമ്പര്യം പറയാനില്ല, ഒന്നുമില്ല. പക്ഷേ ഞാൻ ഒറ്റപ്പെട്ടവനെ പോലെ ഞാൻ അവിടെ ചെന്നു. അവിടുന്ന് എല്ലാ ആഴ്ചയിലും
സഭായോഗത്തിനായിട്ട് ഞാൻ റിയാദിൽ വരും. 250 കിലോമീറ്റർ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇത്രയും യാത്ര ചെയ്താണേലും എൻ്റെ സഭായോഗം മുടക്കിയിട്ടില്ല ഞാൻ. അന്നത്തെ കാലത്ത് സൗദി അറേബ്യയിൽ ഒരു പട്ടണത്തിൽ നിന്ന് വേറൊരു പട്ടണത്തിലേക്ക് പോകണമെങ്കിൽ അതിന് സ്പെഷ്യൽ പെർമിഷൻ എടുക്കണം. പെർമിഷൻ എടുത്തെങ്കിൽ മാത്രമേ വേറൊരു പട്ടണത്തിൽ, അങ്ങനെ എല്ലാ ആഴ്ചയും ഞാൻ പെർമിഷൻ എടുത്ത് ഇവിടെ വന്ന് ആരാധന കൂടി മടങ്ങിപ്പോകും. ഈ മടക്കിപ്പോക്കാണ് എൻ്റെ വലിയൊരു സാക്ഷ്യം. സാമ്പത്തികമായിട്ട് വലിയ ഭദ്രതയൊന്നുമില്ല, കയ്യിൽ അതിനുള്ള സാമ്പത്തികമില്ല. അത് കാരണം ബസ് കയറി പോകാനുള്ള സാമ്പത്തികം നമ്മളെ അനുവദിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഹൈവേ പോയി നിൽക്കും. വരുന്ന വലിയ ട്രക്കിന് കൈ കാണിക്കും. ആർക്കെങ്കിലും എന്തേ തോന്നും, അവർ നിർത്തും, ഞാൻ ആ ട്രക്കിൽ കയറും. അങ്ങനെ ട്രക്കിൽ കയറി ഇവിടെ ഉച്ചയ്ക്ക് സഭായോഗം തീരും. 1 മണി 2 മണി ആകുമ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുന്ന ഞാൻ ഈ 250 കിലോമീറ്റർ യാത്ര ചെയ്ത് എൻ്റെ വാസസ്ഥലത്ത് എത്തുമ്പോൾ പിറ്റേ ദിവസം രാവിലെ 3 മണി 3:30 4 മണിയാകും. ഞാൻ ഒറ്റയ്ക്ക് ഈ ഹൈവേയിൽ വണ്ടി നിർത്തി ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു 4 കിലോമീറ്റർ മരുഭൂമി കൂടെ നടക്കണം. തുറസ്സായ മരുഭൂമി, കല്ലും മുള്ളും മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്തൂടെ ഇരുട്ടത്ത് ഒരു ഭയവുമില്ല. ഭയം തോന്നാറില്ല. കാരണം പാട്ടുപാടും, അന്യഭാഷയിൽ പ്രാർത്ഥിക്കും, അന്യഭാഷയിൽ ആരാധിച്ചും ഈ മരുഭൂമി കൂടെ ഈ 4 കിലോമീറ്റർ എല്ലാ ആഴ്ചയിലും നടക്കും. അങ്ങനെ നടന്നു പോകും. റൂമിൽ ചെല്ലും. രാവിലെ വീണ്ടും ജോലിക്ക് പോകും. വെള്ളിയാഴ്ച ഒരു ദിവസം മാത്രമേ അവധിയുള്ളൂ. ജോലിക്ക് വീണ്ടും പോകും. ഇങ്ങനെ 3-4 ആഴ്ച ഞാൻ റിയാദിൽ അതിനുശേഷം വന്നു ആരാധിച്ചു പോകുമ്പോൾ ഇവിടെയുള്ള എൻ്റെ കൂട്ടുവിശ്വാസികൾ എന്നോട് ചോദിക്കും, ആത്മാക്കളെ ഒന്നും കിട്ടിയില്ലേ, മീനെ ഒന്നും കിട്ടിയില്ലേ, ആടിനെ ഒന്നും കിട്ടിയില്ലേ? ഇങ്ങനെയൊക്കെ പല ആവർത്തി ചോദിക്കുമ്പോൾ അതെനിക്കൊരു വലിയ വിഷമം പോലെ തോന്നി. ഒരു വെള്ളിയാഴ്ച സഭായോഗം കഴിഞ്ഞ് ഞാൻ മടങ്ങുമ്പോൾ ഞാൻ ഒരു തീരുമാനമെടുത്താണ് മടങ്ങിപ്പോയത്. എൻ്റെ കൂടെ മുട്ടുമടക്കാൻ ഒരാളെ എന്ന് കിട്ടുന്നോ അന്ന് വരെ ഞാൻ ഉപവാസമായിരിക്കും. അത് എത്ര ദിവസമൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ തീരുമാനം, എന്ന് എൻ്റെ കൂടെ ഒരാൾ മുട്ടുമടക്കാൻ എനിക്ക് കിട്ടുമോ അന്ന് വരെ ഞാൻ ഉപവാസം. ഈ ഉപവാസം പ്രസിദ്ധം ചെയ്തുകൊണ്ട് ഞാൻ അവിടെ ചെന്നു. അത്ഭുതമെന്ന് പറയട്ടെ, നമ്മെ മരുഭൂമിയിൽ അനാഥനായി കൈവിടുന്ന ഒരു ദൈവമല്ല. അത്ഭുതം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഉപവസിക്കാൻ ഞാൻ 11 മണിയായപ്പോൾ എനിക്ക് റിയാദിൽ നിന്ന് കോള് വന്നു. പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ റിയാദിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം സ്ഥാനപ്പെടുത്തിയ ഒരു പ്രിയ സഹോദരൻ മജ്മയിൽ എവിടെയോ ഉണ്ട്, അദ്ദേഹത്തെ കാണുവാൻ ഈ ദൈവദാസൻ അങ്ങോട്ട് വരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ വന്നു, എന്നെ കോണ്ടാക്ട് ചെയ്തു. ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി. അങ്ങനെ ആ പ്രിയപ്പെട്ടവന് പോയി ഞങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടി. ഉച്ചയോടുകൂടി എൻ്റെ ഉപവാസം ബ്രേക്ക് ചെയ്തു. അന്ന് ഞങ്ങൾ ആരുമില്ലാത്ത ആ ദേശത്ത് ഞങ്ങൾ 2 പേരാൽ തുടങ്ങിയ ഒരു മീറ്റിംഗ്. രാവിലെ 9 മണിയാകുമ്പോൾ സഭായം ഞങ്ങൾ ആരംഭിക്കും. ഞാൻ സങ്കീർത്തനം വായിക്കും, പുള്ളി സാക്ഷി പറയും. പിന്നെ പുള്ളി സങ്കീർത്തനം വായിക്കും, ഞാൻ സാക്ഷി പറയും. പ്രബോധിപ്പിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേരും പ്രസംഗിക്കും. 1:30 വരെ. 9 മണിക്ക് തുടങ്ങുന്ന സഭായോഗം 2 പേർക്ക്. ഇതിനിടെ സ്വോത്രകാഴ്ചയും ഇടും, മധ്യസ്ഥ പ്രാർത്ഥന എല്ലാം സഭയായി നടത്തിക്കൊണ്ടിരുന്ന അതുപോലെ തന്നെ ഞങ്ങൾ നടത്തിക്കൊണ്ട് ഇരുന്നു. അങ്ങനെ സഭ ഞങ്ങൾ അവിടെ ആരംഭിച്ചു. എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എനിക്കൊരു വകയോ അറിയത്തില്ല. ഒന്ന് പ്രസംഗിക്കാനോ ഒരു നല്ല സാക്ഷി പറയാനോ ഒന്നും അറിയാതിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം എന്നെ അവിടെ ഉയർത്താൻ തുടങ്ങി. എന്നെ കൊണ്ട് ദൈവം വേലയിക്കാൻ ഒരുങ്ങി. ഞാൻ പാകിസ്ഥാനികളെ ഇരുത്തി മീറ്റിംഗ് നടത്തി. പാകിസ്ഥാനികൾക്ക് വേണ്ടി ഹിന്ദിയിൽ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. അല്പം ബോംബെയിലൊക്കെ ആയതുകൊണ്ട് അല്പം ഹിന്ദിയൊക്കെ പറയാൻ അറിയാം. പക്ഷെങ്കിൽ ദൈവം എന്നെ അവരുടെ നടുവിൽ നിർത്തി. അത്ഭുതമെന്ന് പറയട്ടെ, ആ മീറ്റിംഗ് 1 തുടങ്ങിയ ഞങ്ങൾ ഏകദേശം 39 പേരെ വരെയായി. 12 പേരെ മജ്മേന്ന് കൊണ്ടുവന്ന് സ്ഥാനപ്പെടുത്തി. റിയാദിൽ ഗസ്റ്റായിട്ട് വരുന്ന പാസ്റ്റർമാരെ ഞങ്ങൾ മജ്മയെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു. അങ്ങനെയൊക്കെ ഞങ്ങളുടെ സഭ അങ്ങോട്ട് വളരാൻ തുടങ്ങി. ഞാൻ അവിടെ അവരുടെ മുമ്പിൽ ഞാൻ പാസ്റ്ററായി. എന്നാൽ എനിക്ക് തന്നെ ബോധ്യമുണ്ട്, എനിക്കതിനൊന്നും യോഗ്യതകളില്ല, എനിക്കറിയത്തില്ല. എങ്കിലും ദൈവം എന്നെ നടത്തി. ഒരു ദിവസം ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ എൻ്റെ റൂമിലാണ് ഞങ്ങൾ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. കമ്പനി പറഞ്ഞു, ഇവിടെ മീറ്റിംഗ് നടത്താനൊക്കത്തില്ല, ഇവിടെ ആൾക്കാർ വരാനൊക്കത്തില്ല. അങ്ങനെ
ഞങ്ങളെ പുറത്തിറക്കാനിടയായി. എൻ്റെ വണ്ടിയില്ല, ഞങ്ങൾക്ക് വണ്ടി സൗകര്യമില്ല. ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ട്രക്കുണ്ട്. ഈ ട്രക്കുമായിട്ട് വരും. ഈ ട്രക്കിനകത്ത് കയറിയിരുന്ന് ഞങ്ങൾ ദൂരെ, എത്ര ദൂരം പോകാമോ അത്രയും ദൂരം മരുഭൂമിയിലോട്ട് പോയിട്ട് ആരുമില്ലെന്ന് കാണുന്ന ഒരു സ്ഥലത്ത് വരുമ്പോൾ അവിടെ ഇറങ്ങി ന്യൂസ് പേപ്പർ മരുഭൂമിയിൽ വിരിച്ചിട്ട് അതിന്മേൽ മുട്ടുകുത്തും. എനിക്ക് മാത്രമേ എന്തേലും പറയാൻ അറിയത്തുള്ളൂ, ബാക്കി ആർക്കും ഒന്നും അറിയാത്തവരാ ഞാൻ. അവരുടെ മുമ്പിൽ ദൈവം എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇങ്ങനെ മരുഭൂമിയിൽ ഒരു ദിവസം ഞങ്ങളൊരു മല കയറി ഇറങ്ങി, ഒരു കുന്ന് കയറി ഇറങ്ങി, ഒരു താഴ്വാരത്തിൽ വന്ന് പത്രം വിരിച്ചിട്ടു. ഈ പത്രമൊക്കെ വിരിച്ചിട്ട് മുട്ടയെ കുത്തിയിരുന്നിട്ട് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തെ മുട്ടയെ കൂടെ ഒക്കെ ചോര ഒലിക്കും. ഈ മരുഭൂമി നിരന്ന് കിടക്കുന്ന മണ്ണാന്നൊക്കെ തോന്നും. പക്ഷെ മുട്ടുകുത്തുമ്പോൾ മുള്ളിനേക്കാൾ മൂർച്ചയേറിയ കല്ലാണ്. ഇതെല്ലാം കൂടെ കാലിലേക്ക് തുളച്ചു കയറും. എന്നാലും മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കും. ഒരു ദിവസം അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് സങ്കീർത്തനം വായിക്കാം എന്നും പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് സങ്കീർത്തനം വായിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച് തുറക്കുമ്പോൾ ഞങ്ങൾ 12 പേരുണ്ട്. 12 പേര് വിശ്വാസികളും അല്ലാത്തവരും, ഒരു അച്ചപ്പട്ടത്തിന് പഠിക്കുന്ന ഒരാൾ സഹിതമുണ്ട് ഞങ്ങളുടെ കൂടെ. ഞങ്ങളിങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോൾ ഞങ്ങളുടെ ചുറ്റും വടിയുമായിട്ട് നിൽക്കുന്ന ഏതാനും പേരെയാ കാണുന്നത്. ഇത് കണ്ടപ്പോൾ കൂടെയുള്ളവരെല്ലാം ഭയപ്പെട്ടു. എന്താണെന്നറിയത്തില്ല. ഇവിടുത്തെ നിയമം അനുസരിച്ച് പിടിച്ചാൽ പെടല് കണ്ടിക്കുന്ന ഒരു നിയമം ഇവിടെ നിലനിൽപ്പുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. എങ്കിലും കർത്താവിന് വേണ്ടി ഞാൻ ഇവരോട് പറഞ്ഞ് ധൈര്യപ്പെടുക. ആർക്കും മിണ്ടാൻ പോലും പറ്റുന്നില്ല. പേടിച്ച് എല്ലാവരും നിൽക്കുമ്പോൾ ഞങ്ങൾ അറിയാവുന്ന ഭാഷയിൽ ഞാൻ ഈ നിൽക്കുന്ന മറ്റവരോട് ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. അവര് വാസ്തവത്തിൽ നമ്മളെ കണ്ട് ഭയപ്പെട്ട് അവർ നിൽക്കുക. ഇവരെന്താ ചെയ്യുന്നതെന്നറിയാൻ ആടിനെ തീറ്റി വന്ന ആട്ടിടയന്മാരായിരുന്നു. അവരിങ്ങനെ ആടിനെ അടിച്ചിറങ്ങി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാരും മരുഭൂമിയിൽ ഇങ്ങനെ കണ്ണുമടച്ചിരിക്കുന്ന കണ്ടത്. അവർ പേടിച്ചിട്ടാണ് വടിയും പിടിച്ച് നിൽക്കുന്നത്. അവരുടെ കയ്യിലുള്ള വടി, അവരുടെ ആയുധമായിരിക്കുന്ന വടിയും പിടിച്ച് നിൽക്കുന്നത്. അവർ ഒടുവിൽ പോകുവാനിടയായി. എന്നാൽ വളരെ അത്ഭുതങ്ങൾ നടന്ന കൂട്ടായ്മകളായിരുന്നു. ഒരു പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഓൺ ദ സ്പോട്ടിൽ വിടുതലുകൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ആർക്കും ഒന്നും അറിയത്തില്ല, എല്ലാവർക്കും വിശ്വസിക്കാനേ അറിയത്തുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിന്മേൽ അത്ഭുതങ്ങൾ ചെയ്ത ദൈവമാണ്. സ്തോത്രം പറയട്ടെ. അവിടെ വന്ന ഒരു പാകിസ്ഥാനി കുടുംബം, അങ്ങനെ ഞങ്ങൾക്ക് റൂമിൻ്റെ ആവശ്യം വന്നു. ഞങ്ങളങ്ങനെ ഒരുത്തനെ പരിചയപ്പെട്ടു. അതൊരു പാകിസ്ഥാനിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ റൂം എടുത്തു തരാം. അങ്ങനെ അദ്ദേഹം വിശ്വാസിയല്ല, എന്നാൽ ക്രിസ്ത്യാനിയാണ്, പാകിസ്ഥാൻ ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം ഒരു റൂം എടുത്തു തന്നു. റൂം എടുത്തു തന്നത് ഒറ്റ റൂമല്ല, ഒരു വീട് മൊത്തം. ഇവിടുത്തെ രൂപ 2000 രൂപയ്ക്ക് 2000 റിയാൽ ഒരു വീടെടുത്തു തന്നു. 9 മുറിയുള്ള വീട്. ആ വീടിരിക്കുന്നത് ശ്മശാനമാണ്. അതിൻ്റെ അപ്പുറം ഇതൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് അവിടെ ആരും വന്ന് താമസിക്കത്തില്ല. നമുക്ക് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. നമ്മളവിടെ പോയി താമസിക്കാൻ ഒരുങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ആലയം അതിനകത്ത് തയ്യാറെടുപ്പിച്ചു. ഇന്നും ഈ ലോങ് ട്രിപ്പ് ബസ് വണ്ടി ഓടിക്കുന്നവര്, ലോഡുമായിട്ട് പോകുന്നവര് അവിടെ മജുമേൽ ഒന്ന് നിർത്തി ആശ്വസിച്ചിട്ട് ഉറങ്ങി എഴുന്നേറ്റ് പോകുവാൻ അങ്ങനെ ഒരു താവളം ഇന്നുമുണ്ട്. അവിടെ ഞങ്ങൾ പ്രാർത്ഥനകൾ ആരംഭിച്ചു. ഉപവാസ പ്രാർത്ഥന നമുക്ക് ചെയ്തും പരിചയമില്ല, കണ്ടും പരിചയമില്ല. എന്നാൽ ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ നടത്തി. ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കൂടെ ഒരു തമിഴ് സഹോദരനുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടത്തുന്നതിന് മുമ്പ് എത്ര പേരുണ്ടോ അത്രയും പേർക്കും ഗ്ലാസ്സിൽ വെള്ളം എടുത്തു വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ മീറ്റിംഗ് തുടങ്ങുന്നത്. എല്ലാവർക്കും ആ വെള്ളം കൊടുക്കും. ഇനി 3 ദിവസമായാലും 21 ദിവസമായാലും ഇനി ഇതിനിടെ വെള്ളവുമില്ല ഭക്ഷണവുമില്ല എന്ന് തീരുന്നു അന്നേ ഉള്ളൂ. ഞങ്ങളും അതവിടെ അങ്ങനെ തന്നെ ചെയ്തു. 12 പേർക്ക് വേണ്ടി 12 ഗ്ലാസ് വെള്ളം വെച്ച് പ്രാർത്ഥിച്ച് എല്ലാവർക്കും കൊടുത്തിട്ട് ഗ്ലാസും പാത്രവും എല്ലാം മാറ്റി ഞങ്ങൾ 3 ദിവസം, ദേവദാസനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു വലിയ അത്ഭുതമാണ്. 3 ദിവസം ഒരു വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവര്
ഒരിക്കൽ പോലും ഉപവസിച്ചിട്ടില്ലാത്തവർ 3 ദിവസം വെള്ളം പോലും കുടിക്കാതെ രാപ്പകലോ ഹോള് വിട്ട് മാറാതെ തുടർമാനമായിട്ട് 3 ദിവസം ഞങ്ങൾ പ്രാർത്ഥനയിലിരുന്നു. ഒരു കുഞ്ഞിൻ്റെ കണ്ണാടിയുടെ ഗ്ലാസിൻ്റെ തിക്നെസ് ഒക്കെ 2 ഇഞ്ച് കനമുണ്ടായിരുന്നു. വിശ്വാസത്തോടെ എടുത്തു മാറ്റാൻ പറയുകയാണ്. എടുത്തു മാറ്റിയിട്ട് കാണാൻ പറ്റുന്നു, കാണാന്നു, വായിക്കുന്നു. ഭയങ്കര ആത്മീയ ഉണർവ് നടന്ന അനുഭവങ്ങൾ ഞങ്ങൾ അവിടെ അനുഭവിക്കാനിടയായി. അങ്ങനെ ആ മജ്മ പട്ടണത്തിൽ ഇത് ഇങ്ങനെ ഒരു 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 മീറ്റിങ്ങിന് സാവകാശം ഒരുങ്ങാൻ കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ മജിമയെ കൂടെ കടന്നുപോയപ്പോൾ പ്രിയ സഹോദരിയോട് ഈ സാക്ഷി പറയാനിടയായി. അങ്ങനെയാണ് സ്വത്രം ഇങ്ങനെ ഒരു മുഖാന്തരം ഒരുങ്ങിയത്. ഇങ്ങനെ യാസാദി TV-യുടെ ഒരു ടെസ്റ്റ് മണി പറയാനുള്ള മുഖാന്തരം അത് നിമിത്തമാണ് ഉണ്ടായി. അങ്ങനെ ഞാൻ അവിടെ മീറ്റിങ്ങൊക്കെ നടത്തി ശക്തമായിട്ട് ഏകദേശം 39 ആൾക്കാരോളം ആ സഭയിലെത്തി. അവിടുന്ന് ദൈവം എന്നെ വീണ്ടും റിയാദിലേക്ക് ട്രാൻസ്ഫർ ആക്കി. ഇവിടെ വന്ന് ഞാൻ അപ്പോൾ എന്നെ സഹശുശ്രൂഷകന്മാരുടെ കൂടെ ഇരുത്താൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഇടംബലം ഈ ദൈവദാസൻ്റെ അപ്പുറം ഇപ്പുറം വേറെ 9 പേരുടെ സഹശുശ്രൂഷകന്മാരെ പോലെ ഇങ്ങനെ ഇരിക്കും. ഈ ദൈവദാസൻ, ഈ സാങ്കുട്ടി പാസ്റ്റർ എന്ന് പറയുന്ന ദൈവദാസൻ ഭയങ്കര ആരാധന കൊതിയനാണ്. എത്ര ആരാധിച്ചാലും തൃപ്തി വരത്തില്ല. ഭയങ്കര ശക്തമായ ആരാധനക്ക. അപ്പം ഞങ്ങളോടൊക്കെ പറയുന്നുണ്ട്, ഇടംബലം ഇരിക്കുന്ന കൊള്ളാം, ഞാൻ ആരാധന നിർത്താതെ നിങ്ങളാരും നിർത്താൻ പാടില്ല. അങ്ങനെ ആരാധിക്കാൻ പറ്റാത്തവർ പോയി വിശ്വാസിയുടെ കൂടെ ഇരുന്നോ, മുന്നിൽ ഇരിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ വളരെ ഉത്സാഹിപ്പിച്ച് ഞങ്ങളെല്ലാവരും ഇന്നെല്ലാവരും പാസ്റ്റർമാരാണ്. ഈ സഭയിൽ നിന്ന് ഏകദേശം 42 പാസ്റ്റർമാർ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇന്ന് ശുശ്രൂഷയിലായിരിക്കുന്നു. ഈ റിയാദ് പട്ടണത്തിൽ കടന്ന് വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ ഞാൻ സഹശുശ്രൂഷനായി. അതിനുശേഷം സ്വതന്ത്രം അദ്ദേഹത്തോടൊപ്പം മറ്റ് ദൈവദാസന്മാരുമുണ്ട്. ഞങ്ങളിങ്ങനെ ശക്തമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം സ്വതന്ത്രം വലിയൊരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് റൂം ഷിഫ്റ്റ് ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് അറിയിക്കുന്നുണ്ട്. ഒരു ദൈവദാസൻ, ഗസ്റ്റായിട്ട് വന്നൊരു ദൈവദാസൻ ഒരു രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, റൂം വേഗം ഇവിടുന്ന് മാറിക്കണം, ചില പ്രയാസങ്ങൾ കടന്നു വരുന്നുണ്ട് എന്ന് പറയുവാനിടയായി. അപ്പോൾ ഞാൻ പറഞ്ഞു, വാടക കൊടുത്തിട്ട് ഒരാഴ്ച പോലും ആയില്ല, ഇത് തന്നെ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടിയാ, ഇവിടുന്ന് തിരിച്ചു മറിച്ച ഇതൊക്കെ കൊടുത്തത്, അതുകൊണ്ട് ഇത് വീട് മാറുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഓർപ്പിക്കുന്നു ഇത് പറയാൻ. ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് എന്താ തീരുമാനമെടുക്കേണ്ടത് തീരുമാനമെടുത്തു. നെടുമ്പാട് വീണ് ദൈവസന്നിധിയിൽ നിലവിളിച്ചു. കാരണം ഒരു വീട് മാറാനുള്ള ആസ്തിയൊന്നും നമുക്ക് ചുറ്റുപാടുകളില്ല. അതുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ഈ 6 മാസത്തെ വാടക കൊടുത്തിട്ടുണ്ട്, അതുവരെ ഒന്ന് അനുവദിക്കണം, അത് കഴിഞ്ഞ് മാറിക്കോളാമെന്ന്. വളരെ അത്ഭുതം. ഞങ്ങൾ ആ 6 മാസം അവിടെ താമസിച്ചു. 6 മാസം തികയുന്നതിന് ഒരു ദിവസം മുമ്പ് സഭായോഗം, വെള്ളിയാഴ്ച സഭായോഗമാണ്. സഭായോഗം കഴിഞ്ഞ് ഞാൻ സഭയിൽ അനൗൺസ് ചെയ്തു, ഇങ്ങനെ ഞങ്ങൾ വീട് മാറുകയാണ്. എല്ലാ ദൈവജനം കൂടെ കടന്നു വന്ന് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ഒന്നിച്ച് ഷിഫ്റ്റ് ചെയ്ത് ഞങ്ങളെ പ്രാർത്ഥിച്ച് പുതിയ വീട്ടിലേക്ക് ആക്കണം എന്ന് പറയാനിടയായി. എല്ലാവരും കൂടെ കടന്നു വന്നു. ഞങ്ങൾ വീട്ടിലെ സാധനങ്ങളെല്ലാം ഉള്ള വണ്ടിയിലെല്ലാം പിറക്കി കയറ്റി പുതിയ എടുത്തിരിക്കുന്ന ഒരു വീട്ടിലേക്ക് മാറ്റുവാനിടയായി. അന്ന് അതിനുശേഷം ലാസ്റ്റിൽ ഞാൻ ആ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. കാരണം ആ വീട്ടിൽ ഞങ്ങൾ ഏകദേശം 4 വർഷം താമസിച്ചു. കുടുംബത്തിനെ കുറിച്ച് പറയാം, അത് വിട്ടുപോയി. 4 വർഷം താമസിച്ചു. ഈ 4 വർഷവും ഈവനിങ്ങിൽ ഒരു ബൈബിൾ ക്ലാസ് പോലെ ഞങ്ങൾ നടത്താറുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പലരും കടന്നു വന്ന് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലായി തീരുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീട് മാറുന്ന സമയത്ത് ഞാൻ ദൈവസന്നിധിയിൽ ആ റൂമിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇത്രത്തോളം നടത്തി നിന്റെ ആലോചന പ്രകാരം ഞങ്ങൾ ഇവിടുന്ന് അടുത്ത റൂമിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ വീട്ട് 2ാമത്തെ നിലയാണ്. അതിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളുടെ ഒരു കൂട്ടു സഹോദരൻ്റെ വാഹനത്തിൽ വന്ന് കയറുമ്പോൾ ഡോർ അടയ്ക്കുന്നതിന് മുമ്പ് പോലീസ് ഞങ്ങളുടെ വണ്ടി വളഞ്ഞു. ചുറ്റുപാടും വന്ന് വണ്ടികൾ നിർത്തി. സുലൈമാനി എന്ന് പറഞ്ഞ സ്ഥലമാണ് റിയാദിൽ തന്നെ. ചുറ്റുപാടും വണ്ടികളെ നിർത്തി
പോലീസ് പെട്ടെന്ന് വന്ന് വാതിലുകൾ തുറന്നിട്ട് എല്ലാവരും ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നിർത്തി. ആർക്കും ആരുടെയും മുഖം കാണാത്ത വിധത്തിൽ തിരിച്ചു നിർത്തിയിട്ട് ഇവിടുത്തെ റെസിഡൻഷ്യൽ ID ഞങ്ങളുടെ എല്ലാവരുടെയും മേടിച്ചു. അതില്ലാതെ ഇവിടെ താമസിക്കാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇതൊക്കെ മേടിച്ചു നോക്കിയപ്പോൾ അവർക്കെല്ലാം വലിയ അതിശയമായിപ്പോയി. കാരണം ഞങ്ങളെല്ലാവരും ഒരു കമ്പനി ജോലി ചെയ്യുന്നവർ, ഒരു സ്പോൺസറിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന 9 പേര്. ഞങ്ങളെ 9 പേരെയും തിരിച്ചു നിർത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തി ഞങ്ങളോട് ഓരോന്ന് ചോദിക്കുന്നു. വണ്ടി ഡിക്കി തുറക്കുന്നു, ബോണറ്റ് തുറക്കുന്നു, സീറ്റുകളെല്ലാം ഇളക്കുന്നു, എല്ലാം ഇവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാമോ എല്ലാം ഇളക്കി മറിച്ച് ഇവർ ചെക്ക് ചെയ്യുകയാണ്. അന്നത്തെ കാലത്ത് കാസറ്റൊക്കെ വണ്ടിയിൽ ഇടാറുണ്ട്. യേശുവിൻ്റെ പടങ്ങളൊക്കെ കാസറ്റുകളും CD ഉണ്ട്. അന്ന് ഈ വണ്ടിയുള്ള സഹോദരൻ പറഞ്ഞു, ഇന്ന് ഷിഫ്റ്റിംഗ് അല്ലേ, അതുകൊണ്ട് ഇതെല്ലാം പറക്കി വീട്ടിൽ വെച്ചേക്കാം. ആരാധനയ്ക്ക് പോകുമ്പം കൊണ്ടുപോകാൻ ഒരു ബൈബിളുണ്ട്, അതും വണ്ടിക്കകത്താണ് വെക്കുന്നത് ആരാധനയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട്. ഇതും എടുത്ത് അദ്ദേഹം വീട്ടിൽ വെച്ചിട്ട് വന്നു. ഇവർ തലങ്ങും വിഴങ്ങും ഇത് ചെക്ക് ചെയ്തിട്ട് ഒരു സാധനവും അതിനകത്തുനിന്ന് ഞങ്ങളെ കുറ്റം കണ്ട് പിടിക്കത്തക്ക രീതിയിൽ കിട്ടിയില്ല, ഒരു കാസറ്റ് പോലും. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പൊയ്ക്കോളാൻ പറയുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പറ്റിയത്, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റെന്താ എന്ന് ചോദിച്ചപ്പോഴാണ് അതിൻ്റെ രഹസ്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന വീടിന് താഴെ ഞങ്ങൾ 2ാം നിലയിൽ താമസിക്കുന്നു. 1ാം നിലയിൽ ഈ രാജ്യത്തിൻ്റെ CID ആയിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുന്നുള്ള അറിവ് കിട്ടിക്കൊണ്ട് ഞങ്ങളെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് അവിടെ വന്ന് താമസിച്ചത്. 6 മാസം മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു റൂം മാറിക്കോണമെന്ന്. അന്ന് ഇദ്ദേഹം അവിടെ താമസം തുടങ്ങിയ. എന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഗുഡ് മോർണിംഗ് പറയാറുണ്ട്, കൈ കൊടുക്കാറുണ്ട്. എന്നാൽ ഈ സൗദിയെ കണ്ടിട്ട് അങ്ങനെയുള്ള ആളാണെന്നോ ഒന്നും അറിഞ്ഞില്ല. അന്ന് ഞങ്ങൾ ഈ സാധനമെല്ലാം വണ്ടിയെ കയറ്റി വിട്ടിട്ട് വന്ന് ഈ വണ്ടിയെ കയറുമ്പോൾ ഇദ്ദേഹം നോക്കുമ്പോൾ സാധനമായിട്ട് വണ്ടികളെല്ലാം പോകുന്നു, രക്ഷപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഇദ്ദേഹം പെട്ടെന്ന് അറിവ് കൊടുത്താണ് ഈ പോലീസെല്ലാം വന്നത്. അത് വന്ന് ചെക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം ID എടുത്ത് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ CID ആണ്, ഇവിടെ ഇവിടെ പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് അറിവ് കിട്ടി, അതിനാ വന്നത്. പക്ഷേ നിന്റെ കൈവശം ഒന്നുമില്ലല്ലോ, പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ വരും, ഭാരങ്ങളും പ്രയാസങ്ങളും കടന്നു വരും, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥകൾ വരും. എന്നാൽ ഈ കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, നമ്മെ സ്നേഹിച്ച ദൈവം, നമുക്ക് വേണ്ടി വില കൊടുത്ത ദൈവം വിശ്വസ്തനാണ്. ചിലപ്പം പ്രതിസന്ധികളൊക്കെ കടന്നു പോകേണ്ടി വരും. എന്നാൽ അതിന് നടുവിൽ നാം സ്നേഹിക്കുന്ന ദൈവത്തെ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നെങ്കിൽ ശത്രുവിൻ്റെ കരങ്ങൾ വിട്ടുകൊടുക്കാതെ നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ധൈര്യപ്പെടുക, ബലപ്പെടുക. അങ്ങനെ ഞങ്ങളുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിച്ചു. ഇതിനിടെ ഞാൻ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുവാനിടയായി മറന്നുപോയി. അതുകൊണ്ടൊന്ന് ഒരു വാക്കിൽ ഓർപ്പിച്ചോട്ടെ. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആ വിശ്വാസത്തിലായത് ഞങ്ങളുടെ ഈ ദൈവദാസൻ തന്നെ സ്വത്രം വെക്കേഷന് പോകുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ച് എന്നെ അയക്കുവാനിടയായി. എന്നോട് പറഞ്ഞു, ഞങ്ങൾ 2 പേരെ ഇരുത്തിയാണ്. ഞങ്ങൾ ബന്ധുക്കൾ തന്നെയാണ്, വിശ്വാസത്തിലേക്ക് വന്നവരാണ്. ഞങ്ങൾ 2 പേരും വിവാഹം കഴിക്കാനായിട്ട് ഒരുമിച്ച് വെക്കേഷനായി കടന്നു പോകാനിരിക്കുമ്പോൾ പ്രാർത്ഥിച്ച് ഞങ്ങളെ അയക്കുമ്പോൾ എന്നോട് പറഞ്ഞു ആശുപത്രം ഒരടയാളമൊക്കെ പറഞ്ഞു തന്നു. ആശുപത്രം വീടിൻ്റെ ഇരുവശത്തുമുള്ള അടയാളങ്ങൾ ഇങ്ങനെയുള്ള ഒരിടത്തു നിന്നായിരിക്കും നിനക്ക് വേണ്ടി തുണയൊരുക്കുന്നതെന്ന് എന്നോട് പറഞ്ഞു. എന്നെ അങ്ങനെ അയച്ചു. എൻ്റെ കൂടെ ഇരുന്ന മറ്റേ സഹോദരനോട് പറഞ്ഞു, നിന്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടക്കും, നീ ആഗ്രഹിക്കുന്ന നിലയിൽ പോകില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജീവൻ പോകേണ്ടി വന്നാലും ഞാൻ പള്ളിയിൽ കയറില്ല, ആശ്വരം അങ്ങനെ പോകില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ 2 പേരും ഒരുമിച്ച് നാട്ടിൽ പോയി. ആശ്വരം ഇവിടുന്ന് പോകുന്നത് 45 ദിവസത്തെ വെക്കേഷന് വേണ്ടിയാണ് പോകുന്നത്. ഏകദേശം 1 മാസത്തോളം ഇങ്ങനെ കല്യാണം ആലോചിച്ചൊക്കെ നടന്നു. ദൈവത്തിൻ്റെ ആലോചന എന്നോടുകൂടെ വളരെ വ്യക്തമായിട്ടുള്ളപ്പോഴും ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയത് കൊണ്ട് എൻ്റെ പേരൻസോ എൻ്റെ സഹോദരങ്ങളോ എൻ്റെ ബന്ധുമിത്രാദികളോ ആരും എനിക്കൊരു വിവാഹത്തിനായി ആലോചനയ്ക്ക് മുന്നോട്ട് വന്നില്ല. കാരണം ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയെ മാത്രമേ കഴിക്കുള്ളൂ, അല്ലാത്ത ഒരാളെ കഴിക്കില്ല. ലീവ് കഴിഞ്ഞ് പോകേണ്ടി വന്നാലും സാരമില്ല
എൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറ്റമില്ല എന്ന് ഞാൻ അവരോടൊക്കെ പറയാൻ. അതുകൊണ്ട് അവരാരും അതിന് താല്പര്യപ്പെട്ടില്ല. ഗുഡ് ന്യൂസിലും ഒക്കെ പരസ്യം കൊടുത്തു. അതിൻ്റെ കയറപ്പിൽ ചില ആലോചനകൾ വന്നു. ഞങ്ങളുടെ ലോക്കൽ പാസ്റ്റർ എന്നെയുമായിട്ട് പോയി. അവിടെ ഒന്നും ഇതൊന്നും നടന്നില്ല. കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തം വേറൊരു ദേശത്താണ് കിടക്കുന്നത്. ഞങ്ങളുടെ തലവടിയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ദൂരമായിരിക്കും എന്ന് പറഞ്ഞു. എൻ്റെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വീടെന്ന് പറഞ്ഞു. ഇതൊക്കെ എൻ്റെ മുമ്പിൽ ആലോചനയായി വളരെ വ്യക്തമായി നിൽക്കുമ്പോഴും എൻ്റെ വീട്ടുകാരും എൻ്റെ കൂടെയുള്ള എൻ്റെ സ്നേഹിതരൊക്കെ പറഞ്ഞു, ഒരു നേഴ്സിനെ കല്യാണം കഴിച്ചാൽ സാമ്പത്തികമായി നമുക്ക് ഒരു ഭദ്രതയൊക്കെ ഉണ്ടാകും, പിന്നത്തേക്കിൽ നമുക്ക് ആവശ്യം വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും മാനുഷികമായി ആ ആലോചനയ്ക്ക് അല്പം ഒന്ന് ചാഞ്ഞു. അതുകൊണ്ട് ഏകദേശം 1 മാസം അങ്ങനെ അങ്ങ് പോയി. അതിനൊന്നും ദൈവം ഇടയാക്കിയില്ല, സമ്മതിച്ചില്ല. ഒരു ദിവസം ഞാനും ഞങ്ങളുടെ തലവടി കുഞ്ഞു എന്ന് പറഞ്ഞ CM എബ്രഹാം എന്ന് പറഞ്ഞ ദൈവദാസനും കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ശുശ്രൂഷയ്ക്ക് പോയി മടങ്ങി വരുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട്, നമുക്ക് കണ്ടിട്ട് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ പേര് സിനി എന്നാണ്, വീട് പന്തളത്താണ്. അവിടെ ഇവരുടെ വീട്ടിൽ ചെല്ലുകയും പെൺകുട്ടിയെ കാണുകയും അപ്പോഴാണ് എന്നോട് പറഞ്ഞ ആലോചനകൾ എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് വീടും പരിസരവും അടയാളങ്ങളും ഒക്കെ പറഞ്ഞത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ എനിക്ക് ഇടംവലം ചിന്തിക്കാനൊന്നുമില്ലായിരുന്നു. എനിക്ക് ഈ പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർ പറഞ്ഞു, നിനക്ക് ഇഷ്ടമാണോ, അന്നാ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. ഉടനെ തന്നെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോയി. അവരും ഉടനെ അതേ ദിവസം തന്നെ ഇങ്ങോട്ടും വന്നു. അന്ന് തന്നെ വിവാഹം തീരുമാനിക്കാനിടയായി. അപ്പോൾ എനിക്കൊരു വാശി അതിനകത്തുണ്ടായിരുന്നു. എൻ്റെ കൂടെ വന്ന പ്രിയ സഹോദരൻ പള്ളിയിൽ നിന്ന് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ കഴിക്കത്തില്ലെന്ന് പറഞ്ഞവൻ, എന്നാൽ വീട്ടുകാരും മാതാപിതാക്കളും എല്ലാവരും കൂടെ വലിയ പ്രശ്നമുണ്ടായി. അവർ പള്ളിയിൽ പോയി. അപ്പനും അമ്മയും പേരൻസ് പള്ളിയിൽ നിന്ന് ഇറങ്ങത്തില്ല, നീ പള്ളിയിൽ നിന്ന് കല്യാണം കഴിക്കത്തില്ലെങ്കിൽ ഞങ്ങൾ ഈ പള്ളി വിട്ട് വീട്ടിലോട്ട് വരത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഒടുവിൽ അദ്ദേഹത്തിന് അതിന് വഴങ്ങേണ്ടി വന്നു. അതിന് വഴങ്ങേണ്ടി വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിവാഹ കാര്യങ്ങളൊക്കെയും ക്രമീകരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്യാണ ഉറപ്പ് എന്നെ വന്ന് വിളിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അങ്ങനെയാണ് ഈ പെൺകുട്ടിയെ കാണുന്നതും വേഗത്തിൽ ഞാൻ വീട്ടുകാരോട് പറയുന്നു, വീട്ടുകാർക്ക് ഇഷ്ടം. അന്നേരം പെൺകുട്ടിയുടെ വീട്ടിൽ അവരോട് പറഞ്ഞ ഒരു ആലോചനയുടെ നിവർത്തിയാണ്, 90 ദിവസത്തിനുള്ളിൽ ഒരു പയ്യൻ നിന്നെ കാണാൻ വരും, അത് നടക്കും എന്ന് പറയും. 88ാമത്തെ ദിവസമാണ് ഞാൻ ചെല്ലുന്നത്. അതുകൊണ്ട് അവരും ഇച്ചിരി തിടുക്കത്തില്ല. അവരും പിതാവ് വിശ്വാസത്തിലല്ല, അമ്മയും മക്കളും മാത്രമേ വിശ്വാസത്തിലുള്ളൂ. അതുകൊണ്ട് അവരും ഈ ആലോചനയെ മുറുകെ പിടിച്ചിരിക്കുമ്പോഴാണ് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുവരവ് നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ വന്നവൻ്റെ കല്യാണം ഉറക്കുന്നതിന് മുമ്പ് എൻ്റെ കല്യാണം ഉറക്കണം, അവൻ്റെ കല്യാണം നടക്കുന്നതിന് മുമ്പ് എൻ്റെ കല്യാണം നടക്കണം. ഇത് എന്നോട് എനിക്കൊരു വാശി പോലെ ഞാൻ പിടിച്ചു. അന്നേരം വീട്ടുകാർ പറഞ്ഞു, ഡേറ്റ് വെച്ച് നോക്കിയപ്പോൾ അവൻ്റെ കല്യാണത്തിന് മുമ്പ് 1 ദിവസം മുമ്പ് നടക്കണമെങ്കിൽ ചൊവ്വാഴ്ച അത് നടക്കണം. അപ്പോൾ നാട്ടിൽ ചൊവ്വാഴ്ച കല്യാണം നടത്തത്തില്ല. വീട്ടുകാരെല്ലാം പറഞ്ഞു, ചൊവ്വാഴ്ച കല്യാണം വേണ്ട, അത് നടക്കത്തില്ല, കൊള്ളത്തില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എല്ലാം ദൈവം സൃഷ്ടിച്ച ദിവസമല്ലേ, അതുകൊണ്ട് ഏത് ദിവസമായാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ നിർബന്ധത്തിന് ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് ചൊവ്വാഴ്ച ഒരു കല്യാണം നടക്കാനിടയായി. വലിയ ചരിത്രമായി മാറി. കൃപയാൽ അല്ലല്ല, അങ്ങനെ ഞങ്ങൾ കുടുംബത്തിലേക്ക് പ്രവേശിച്ച് എൻ്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് സൗദി അറേബ്യയിലേക്ക് പോരുന്നു. സൗദി അറേബ്യ വന്നു. ഇവിടെ വന്നപ്പോൾ എന്നോടുള്ള ദൈവത്തിൻ്റെ ആലോചന, നിന്നെ ഞാൻ കുടുംബമായിട്ട് ഈ ദേശത്ത് ആക്കുവാണ്. എന്നാൽ ഞാൻ ആയിരിക്കുന്ന അന്നത്തെ എൻ്റെ വിസ കുടുംബമായി ഈ രാജ്യത്താകുവാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത വിസയാണ്. ദൈവത്തിൻ്റെ അത്ഭുതകരങ്ങൾ രാജ്യത്തിൻ്റെ നിയമങ്ങളെ മാറ്റിമറിച്ചു. ഞാൻ ചെയ്ത കമ്പനിയുടെ സെക്രട്ടറി അന്ന് നാട്ടിൽ നിന്ന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ചാൻസ് ഉണ്ടോ വൈഫിനെ കൊണ്ടുവരാൻ? അന്നേരം അദ്ദേഹം പറഞ്ഞു, ഹോസ്പിറ്റലിൻ്റെ ഒരു വിസ പോകുന്നുണ്ട്, ഞാൻ അതിനകത്ത് നിൻ്റെ വൈഫിനെ കൊണ്ടുവരാം, കാശ് ഇത്ര വേണം. ഓക്കെ, എല്ലാം സമ്മതിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അങ്ങനെ കുടുംബമായി ഞങ്ങൾ ഈ ദേശത്തായി. കർത്താവ്
എനിക്ക് 2 തലമുറകളെ തന്നു. കുഞ്ഞുങ്ങൾ മൂത്ത 2 ആൺമക്കള്, മൂത്തത് ടൈറ്റസ്. ഇപ്പോൾ ഇവിടെ സൗദി അറേബ്യയിൽ ഞങ്ങളോടൊപ്പം ഉണ്ട്. ഒരു ചെറിയ ജോലിയുണ്ട്. താൻ BArc പഠിച്ചതിന് ശേഷം പൂനെയിലാണ് പഠിച്ചത്. പഠിച്ചതിന് ശേഷം റിയാദിൽ വന്ന് ഇപ്പോൾ ജോലി നോക്കുന്നു, ഞങ്ങളോടൊപ്പം ഉണ്ട്. 2ാമത്തെ പൈതൽ തിമോത്തി ഇപ്പോൾ പൂനെയിൽ BCAക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഫൈനൽ ഇയർ, 3rd ഇയർ. ഈ മെയ്യോടുകൂടി അവൻ്റെയും വിദ്യാഭ്യാസം കഴിയും. അങ്ങനെ ഞങ്ങൾ ദൈവകൃപയാൽ ഇവിടെ ആയിരിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വേലയിൽ ശുഷ്കാന്തിയോടെ. എന്നാൽ ഞാനൊരു പാസ്റ്ററായിട്ടില്ല. ഇങ്ങനെ സഹശുശ്രൂഷകനായും ഒക്കെ ദൈവദാസനോട് ചേർന്ന് ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ ദൈവദാസൻ വേഗത്തിൽ ഈ രാജ്യം വിട്ടുപോകാൻ തീരുമാനമെടുക്കുവാനിടയായി. അങ്ങനെ തീരുമാനമെടുത്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ റെജിയെ പാസ്റ്ററാക്കിയിട്ട് പോകാൻ പോവാ, ഇവിടുത്തെ ശുശ്രൂഷനാക്കാൻ പോവുക. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് വേണ്ട, എനിക്കതിനുള്ള കഴിവില്ല, എന്നെ കൊണ്ട് ഇതിനൊന്നും കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ ദൈവം കണ്ടവനെ ആർക്കും ഒഴിച്ചു നിർത്താൻ കഴിയത്തില്ല. അങ്ങനെ അദ്ദേഹം പോകാനുള്ള തീരുമാനങ്ങളൊക്കെ ആയപ്പോൾ അദ്ദേഹം ദൈവസഭയിൽ എന്നെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ദൈവസഭ ഒരുമിച്ച് അംഗീകരിച്ച് എന്നെ കൈവച്ച് ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു. കൃപയാൽ അന്നു മുതൽ കർത്താവിൻ്റെ വേലയിൽ ഇതുവരെയും ആയിരിക്കുകയാണ്. ഞാൻ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഓർഡൈൻ മിനിസ്റ്ററായിട്ട് ചർച്ച് ഓഫ് ഗോഡിൻ്റെ സർട്ടിഫിക്കറ്റുകൾ എനിക്കുണ്ട്. സൗദി അറേബ്യയുടെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഫുൾ അത് ഉത്തരവാദിത്വവും എൻ്റെ ചുമലിലാണ്. ഞാനാണ് അതൊക്കെയും നോക്കിക്കണ്ട് ചെയ്യുവാൻ കർത്താവിനെ പ്രാപ്തനാക്കിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി ജീവിത അനുഭവങ്ങൾ, പ്രതിസന്ധി വന്നിട്ടുണ്ട്. ഒത്തിരി ഞാൻ ഓർപ്പിച്ചതുപോലെ അങ്ങനെ നമുക്ക് വലിയ ആത്മീയ വിദ്യാഭ്യാസമൊന്നുമില്ല. ദൈവജനം ഇവിടുത്തെയുള്ള ദൈവജനം ദാഹത്തോടെ വരുന്നത് കാണുമ്പോൾ രാത്രിയെ മുഴുവൻ പകലാക്കി ഒത്തിരി രാത്രികൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവസന്നിധിയിൽ ഇരുന്ന് കരയും, ദൈവത്തോട് ചോദിക്കും എന്തു പറയണം. വേണ്ട തരത്തിൽ റെഫർ ചെയ്യാൻ ബുക്സുകളൊന്നും അന്നില്ല. ഇന്നിപ്പം ഒത്തിരി സൗകര്യങ്ങളുണ്ട്. ഒന്നും ബുക്സുകളോ മറ്റുള്ള ഒന്നുമില്ല. ആകപ്പാടെ ഒരു വേദപുസ്തകമുണ്ട്. അത് വേറൊന്നും നമുക്കറിയത്തുമില്ല. ദൈവസന്നിധി കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവം തരുന്ന വാക്യങ്ങളുമായിട്ട് ദൈവജനത്തിന് നടുവിൽ നിന്ന് ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം പ്രാപ്തനാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങളായിരിക്കുന്ന സഭ സ്വതന്ത്രം ആ ദൈവദാസൻ 2007 ഇവിടെ നിന്ന് പൂർണ്ണമായും സ്വതന്ത്രം ദേശത്തേക്ക് പോകുവാനിടയായി. ദേശത്ത് താനിപ്പോൾ ശുശ്രൂഷയിൽ പൊതു ശുശ്രൂഷയിൽ ആ ദൈവദാസനായിരിക്കുന്നു. അന്നു മുതൽ ഇന്നുവരെയും സഭയുടെ ശുശ്രൂഷകനായി ഞാൻ തന്നെ ആയിരിക്കുന്നു. കർത്താവ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അനവധി ഞാൻ പറഞ്ഞതിനർത്ഥം ഒത്തിരി പ്രയാസങ്ങൾ വന്നെങ്കിലും ഒത്തിരി ഭാരങ്ങൾ കടന്നു വന്നെങ്കിലും ഒരിക്കൽ പോലും ഈ പെട്ടകം വയ്യ എന്ന് പറഞ്ഞ് താത്തു വെച്ചിട്ടില്ല. എൻ്റെ ഒരു പ്രാർത്ഥനയുള്ളൂ, ഇത് താത്തു വെക്കാൻ വയ്യ എന്ന് പറയുവാനിടയാകരുത്. എന്നങ്ങനെ വരുന്നു അന്നുകൊണ്ട് എൻ്റെ ശുശ്രൂഷ തീർത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടണം എന്നൊരു ആഗ്രഹമാണ്. അതൊക്കെ ദൈവത്തിൻ്റെ ഹിതം. ഞാൻ എന്നെ കേൾവിക്കാരോട് പറയട്ടെ, തീർച്ചയായിട്ടും ഈ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം സ്വാതന്ത്ര്യമില്ലാത്തൊരു രാജ്യമാണെങ്കിലും ഈ രാജ്യത്തെ ആത്മീയ ആരാധന അത്ര ശക്തമാണ്. ഇന്നും ആത്മീയ ആരാധനയ്ക്ക് വലിയ കുറവുകളൊന്നും സംഭവിച്ചിട്ടില്ല. അന്ന് ഞങ്ങൾ റൂമുകളൊക്കെ അടച്ച് ഒരു റൂമിന് തന്നെ ഒരു വാതിലല്ല, ഒരു വാതിൽ തുറക്കുമ്പോൾ അകത്തൊരു വാതിൽ തുറന്ന് 2 വാതിൽ തുറന്നാൽ ഒരു റൂമിനകത്തോട്ട് കയറാനൊക്കത്തുള്ളൂ. ഫ്രണ്ടിൽ നിന്ന് ഏകദേശം 4 വാതിലുകൾ വെച്ച് അടച്ചു പൂട്ടിയാണ് അകത്തേക്ക് വരുന്നത്. ഒരാൾ ഇറങ്ങിപ്പോയി 10-15 മിനിറ്റ് കഴിഞ്ഞ് വേറൊരാളെ വിടത്തുള്ളൂ. വരുന്നവരാരും ബൈബിള് കൊണ്ടുവരാൻ പാടില്ല. പരസ്യമായിട്ട് കൊണ്ടുവരാൻ സാധ്യമല്ലാത്തത് കൊണ്ട് കൊണ്ടുവരത്തില്ല. ആരാധന നടക്കുന്ന വീടുകളിൽ കുറേ ബൈബിൾ വെച്ചിരിക്കും, അതൊക്കെ എടുത്തുകൊണ്ടാണ്. പിന്നെ അതിനകത്തുള്ള ആരാധനയുടെ ഒരു കാര്യം കൂടെ സ്വത്രം കേൾവിക്കാർക്ക് അറിയേണ്ടത് ഞാനൊന്ന് പറയട്ടെ. ഇവിടെയുള്ള ആരാധനകൾ സ്വത്രം മുട്ടുമേൽ തന്നെ കേട്ടോ. ഇന്നും അങ്ങനെ തന്നെ, ഇന്നും മുട്ടുമേലിരിക്കുക. ഇന്നും അല്ലല്ലേ ആ പ്രായമുള്ളവർ ഇല്ല, കുറച്ച് അങ്ങനെ ഇവിടുത്തെ ജോലിക്ക് വരുന്നവരായതുകൊണ്ട് പ്രായമുള്ളവരല്ല എന്ന 1-2 പേർക്കേ ഉള്ളൂ മുട്ടിനൊക്കെ പ്രയാസമുള്ള. അവർക്ക് വേണ്ടി മാത്രം ഞങ്ങളുടെ ചർച്ചിൽ 3 കസേരയേ ഉള്ളൂ. ബാക്കി എല്ലാം ഞങ്ങൾ കൊച്ചുകുട്ടികൾ മുതൽ പാസ്റ്റർമാർ എല്ലാവരും നിലത്താണ് ഇന്നും ഇരിക്കുന്നത്. ഒരു മുട്ടയിലിരുന്നാൽ ഒരുവൻ്റെ മുട്ട് അടുത്തിരിക്കുന്നവൻ്റെ പുറത്ത് മുട്ടിയായിരിക്കുന്നത്.
സ്വതന്ത്രം ബൈബിള് താഴെ വെക്കാൻ സ്ഥലമില്ല. സഹോദരിമാർക്ക് ബൈബിള് ബാഗോ മറ്റൊന്നും വെക്കാൻ സ്ഥലമില്ല. അങ്ങനെ പാക്ക് ജാമായി ഒരു റൂമിനകത്ത് 100ഉം 120ഉം പേരെ ഇടിച്ചു കയറ്റും. ഒരു സൂചി കുത്താൻ സ്ഥലമില്ലാതെ മുട്ടേന്ന് ഇറങ്ങിയിരിക്കാനൊക്കത്തില്ല. ഒരേ ഇരിപ്പ്. ഞങ്ങളത്തെ അന്നത്തെ ആരാധനകൾ രാവിലെ 8:30 തുടങ്ങിയാൽ 2:30-3 മണിക്കേ തീരത്തുള്ളൂ. ആരാധനയ്ക്ക് ഒരു സമയമില്ല. കാരണം ദൈവജനം അത്ര കഷ്ടപ്പാടി കൂടെ പോകുന്ന ഒരു കാലയളവായിരുന്നു. എങ്ങനെയെങ്കിലും ദൈവത്തെ ആരാധിക്കണമെന്നുള്ള വലിയ താല്പര്യമുള്ള ആവേശമുള്ള ഒരു കൂട്ടം ജനമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, അന്ന് ദൈവനാമത്തിൽ അടികൊണ്ട് ഒത്തിരി ദൈവദാസന്മാരുണ്ട്, പിടിക്കപ്പെട്ടവർ ഒത്തിരി പേരുണ്ട്. അവരൊക്കെയും അല്ലലിയ പുറം കീറി ദേശത്തു നിന്ന് പോകേണ്ടി വന്നിട്ടുണ്ട്. വസ്ത്രം ഉരിഞ്ഞ് പുറമൊക്കെ തല്ലി തകർത്ത് അവരെ ഈ ദേശത്തു നിന്ന് കയറ്റി വിട്ടിട്ടുണ്ട്. ഒത്തിരി കള്ളക്കേസുകളെ പിടിച്ചിട്ടിട്ടുണ്ട്. ഒത്തിരി കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം, സ്വാതന്ത്ര്യം അവരനുഭവിച്ച കഷ്ടതയുടെ പ്രതിഫലമാണ്. ഇന്നങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നുമില്ല. ഇന്നിവിടെ വലിയ കൂട്ടായ്മകൾ നടക്കുന്നുണ്ട്, വലിയ കൺവെൻഷനുകൾ നടക്കുന്നുണ്ട്, എല്ലാ ഡിനോമിനേഷൻ്റെ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. ഏതൊക്കെ ഡിനോമിനേഷൻ ഉണ്ടോ, ഏതൊക്കെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുണ്ടോ, അതിൻ്റെ എല്ലാ മീറ്റിങ്ങുകൾ ഈ സൗദി അറേബ്യയിൽ ഈ രാജ്യത്തുമുണ്ട്. ഈ രാജ്യം അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ വാതിലുകളെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ വേഗത്തിൽ പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, വിശ്വാസത്തിനു വേണ്ടി നിലനിൽക്കണം. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും, അനുഭവങ്ങൾ ഒത്തിരി എനിക്ക് പറയാൻ എനിക്ക് ഓർമ്മ വരികയാണ്. എങ്കിലും സമയത്തിൻ്റെ പരിധികൾ കൊണ്ട് ഞാനങ്ങനെ ചുരുക്കട്ടെ. സമയം കടന്നു പോകുന്നു എന്നെനിക്ക് തോന്നുന്നു. എങ്കിലും വല്ലല്ലയ സ്തോത്രം. പാസ്റ്റർക്ക് ജീവിതാനുഭവങ്ങൾ പറയാം കേട്ടോ, സമയമില്ലെന്നോർത്ത് ചുരുക്കണ്ട. പ്രേക്ഷകരോട് പറയാനുള്ള അനുഭവങ്ങൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത അനുഭവങ്ങൾ പറയാം. ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് പറയാം കേട്ടോ. ചുരുക്കമായിട്ടാണെങ്കിലും സമയമെടുത്തോ, കുഴപ്പമില്ല. സ്തോത്രം. തീർച്ചയായിട്ടും എനിക്ക് കേൾവിക്കാരെ ഉറപ്പിക്കാനുള്ള സാക്ഷികളെ എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെതായിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിശ്വാസത്തിലേക്ക് ഒറ്റയ്ക്കിറങ്ങി. എൻ്റെ വിവാഹകാര്യം വന്നപ്പോൾ എല്ലാവരും എന്നെ ഒഴിവാക്കി. എന്നാൽ അവിടെയും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റി ദൈവം എന്നെ മാനിച്ചു. ദൈവം എന്നെ ഇന്നും നിലനിർത്തുന്നു. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒത്തിരി അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഒരുപക്ഷെ കേൾവിക്കാർക്ക് ഒരു നിസ്സാരമെന്ന് തോന്നും. അതുകൊണ്ട് ചിലതൊന്നും പറയുന്നില്ല. പ്രിയമുള്ളവരോട് ഞാൻ പറയുന്ന ഇത് കേൾക്കണം. അല്ലല്ല, ദൈവം വിശ്വസ്തനാണെന്ന് സൗദി അറേബ്യയിലുള്ള ദൈവജനം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വതം ഞാൻ പറഞ്ഞില്ലേ, മജ്മ എന്ന പറഞ്ഞ പട്ടണത്തിൽ സ്വതന്ത്രം രാത്രി യാമങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് സ്വതന്ത്രം മരുഭൂമി കൂടെ നടന്നുപോയ സ്ഥലങ്ങൾ പിന്നീട് എനിക്ക് മനസ്സിലായി. ഞാൻ നടന്നു പോയത് ശ്മശാനത്തിൽ കൂടെയും മെറ്റൊക്കെയാണെന്ന്. എന്നാൽ അവിടെ ഒന്നും പ്രയാസമോ ഭാരമോ ഒരു ക്ഷുദ്രജീവികളുടെ ഒന്നും ഒരു അറ്റാക്ക് ഉണ്ടായിട്ടില്ല. കാരണം സൗദി അറേബ്യയിൽ മണലാരണ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വിഷമേറിയ പാമ്പുകളുണ്ട്. അസുരം അതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് മരിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ദൈവം തൻ്റെ ഭക്തനെ സൂക്ഷിപ്പാൻ ദൈവം ശക്തനാണ്. ആ ദൈവം ശക്തനാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് ഇന്നും നടത്തുന്നു ജീവിതത്തിൽ. അല്ലല്ലേ സ്തോത്രം. പറയട്ടെ, ഒരനുഭവം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ. അല്ലല്ലേ സ്തോത്രം. വിശ്വാസ ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്തു പോകുമ്പോൾ, അല്ലെ സ്തോത്രം, ആത്മീയത്തിൽ മുന്നേറുവാൻ ശ്രമിക്കുമ്പോൾ പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ ഒത്തിരി വന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ മീറ്റിങ്ങുകൾ, വലിയ കൺവെൻഷൻ പോലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടാറുണ്ട്. പലപ്പോഴും അതിന് നേതൃത്വം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ ചെയ്യാറുള്ള ഒരു കാര്യം ഓർപ്പിക്കട്ടെ. പല ആവർത്തി അങ്ങനെയുള്ള മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വെല്ലുവിളികൾ ഒത്തിരി വന്നിട്ടുണ്ട്. ഒരു മീറ്റിംഗ് നടത്തുവാൻ വലിയ ക്രമീകരണം നടത്തുമ്പോൾ ആശുപത്രി വലിയ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു, കാര്യങ്ങളെല്ലാം ചെയ്തു. ആശുപത്രം ദൈവജനമെല്ലാം പിറ്റേ ദിവസം കടന്നു വരും. ഏകദേശം 10,200 പേര് കൂടി വരും. അത്രയും പേര് കൂടി വരുന്ന ഒരു വലിയ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തലേ രാത്രിയിൽ ഫോൺ കോൾ വരികയാണ്. ഇവിടുത്തെ അധികാരിയിൽ നിന്നാന്ന് പറഞ്ഞുകൊണ്ട് എനിക്കാണ് ഫോൺ കോൾ വരുന്നത്. പറഞ്ഞു, നാളെ ഇന്ന സ്ഥലത്ത് അവിടെ വന്നാൽ, മീറ്റിംഗ് നടക്കാൻ ക്രമീകരിക്കുന്ന സ്ഥലത്ത് വന്നാൽ അവിടെ വെച്ച് നിങ്ങളെ എല്ലാവരെയും പിടിക്കും, എല്ലാവരെയും ജയിലിലടയ്ക്കും എന്ന് പറഞ്ഞു. എന്നാൽ അതേ ഈ വിളിക്കുന്ന ആളിന്
എൻ്റെ പേര് കൊടുത്തതും എന്നെ പോലെ പേരുള്ള വേറൊരാളോടുണ്ട്, വേറൊരു റജിയുണ്ട്. ഈ സൗദി അറേബ്യയിൽ ഒത്തിരി റജിമാരുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും സ്ഥലപ്പേര് ചേർത്ത് അറിയപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹത്തെയും വിളിച്ചു. അദ്ദേഹത്തോട് പറയേണ്ടത് എന്നോടും പറഞ്ഞു, എന്നോട് പറയേണ്ടത് അദ്ദേഹത്തോടും പറഞ്ഞു. പക്ഷെ ഇത് വിശ്വതരം രഹസ്യമായി വേറൊരു പാർട്ടി ഒറ്റുകൊടുക്കുന്നത് പോലെ പറഞ്ഞ് സ്വതന്ത്രം വിളിപ്പിച്ചതായിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം വിശ്വസ്തനായതുകൊണ്ട് അതിന് ഇടയാക്കിയിട്ടില്ല. ഇന്നും ആ സ്വതന്ത്രം ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. എതിര് പ്രവർത്തിച്ചവരെയൊക്കെയും തമ്പുരാൻ പായ്ക്ക് ചെയ്തു. ദൈവത്തിൻ്റെ നാമത്തിനെതിരായിട്ട് നമ്മുടെ ഒരു ചെറുവിരൽ പോലും ഇളക്കുവാൻ പാടില്ല. കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, ഒരുപക്ഷെ നമുക്ക് ദോഷം ചെയ്തെന്ന് വരാം, ഒരുപക്ഷെ നമ്മെ കുറ്റപ്പെടുത്തിയെന്ന് വരാം, ഒരുപക്ഷെ നമ്മെ ഇല്ലായ്മയാക്കാൻ പദ്ധതികളൊക്കെ ഒരുക്കിയേക്കാം. അതൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ, അങ്ങനെ ചെയ്തവരെയൊക്കെയും നമ്മൾ അവരോട് വാദിക്കാനും പോയില്ല, ചോദിക്കാനും പോയില്ല. നമ്മുടെ സങ്കടം നാം ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചു, ദൈവം നടത്തി. അങ്ങനെയുള്ള വലിയ വലിയ മീറ്റിങ്ങുകൾക്ക് മുടക്കമൊന്നും വന്നില്ല. അങ്ങനെയൊക്കെ ഭീഷണി വന്നെങ്കിലും അതിനൊന്നും മുടക്കം വരുത്താതെ സർവശക്തനായ ദൈവം നടത്തി. പ്രിയമുള്ളവരെ, ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗം ഇതാണ്: വിശ്വാസത്തിൽ നാം തികഞ്ഞവരായിരിക്കണം. നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നില്ലേ? എബ്രായ ലേഖനം 11-ാം അധ്യായത്തെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. കണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാൻ എളുപ്പമാ, കണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശ്വസിക്കാൻ എളുപ്പമാ. കാണാത്ത ഒന്നുണ്ട്, അതാ വാഗ്ദത്തം. ആ വാഗ്ദത്തം നിറവേറുമ്പോൾ മാത്രമേ കർത്താവിൻ്റെ മഹിമ മനസ്സിലാകത്തുള്ളൂ. ആ വാഗ്ദത്തം പ്രാപിക്കാൻ വേണ്ടി എബ്രായ ലേഖനം 10:34 വായിക്കുന്നു. വാഗ്ദത്തം പ്രാപിക്കണന് സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. പ്രിയമുള്ളവരെ, ഞാൻ നിർത്തുകയാണ്. സ്വതന്ത്രം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ഉത്സാഹിപ്പിച്ച് പറയാനുള്ള ഒരേ ഒരു കാര്യം: വിശ്വാസത്തിന് വേണ്ടി നിൽക്കണം. ജീവിതത്തിൽ ശോധനകൾ വന്നേക്കാം, പ്രതിസന്ധികൾ വന്നേക്കാം, ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ വന്നേക്കാം, പരാജയപ്പെടുന്നു പോകുന്ന അനുഭവങ്ങൾ വന്നേക്കാം. എന്നാൽ സ്വതന്ത്രം മരുഭൂമിയിൽ മുട്ടുകുത്തി മുട്ടിന്റെ തൊലി പോയി, ചോര പോയെങ്കിലും സർവശക്തനായ ദൈവം ശത്രുവിന്റെ കരകളിൽ വിട്ടുകൊടുക്കാതെ നിർത്തിയൊരു ദൈവം. എബ്രായ ബാലന്മാരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. എബ്രായ ബാലന്മാർ എറിയുന്ന തീച്ചുളയിൽ വീഴുന്നിടം വരെ ദൈവം എന്താ നോക്കി നിന്നോന്ന് ചോദിക്കാൻ മാനുഷികമായി നമുക്ക് തോന്നും. എന്നാൽ അങ്ങനെ വീണെങ്കിൽ മാത്രമേ ഇട്ടവനെ കൊണ്ട് പറയിപ്പിക്കത്തുള്ളൂ. അവന്റെ കൂടെ ഒരുവൻ നടക്കുന്നു, അത് ദൈവത്തിന്റെ പുത്രനാണെന്ന്. സ്വത്രം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഒരിക്കൽ കൂടി ഞാനത് ആവർത്തിച്ച് പറയുക: മരുഭൂമിയിൽ മുട്ടുകുത്തി വേദനകൾ സഹിച്ചു, ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നു. ഇതൊന്നും നഷ്ടത്തിനല്ല, ലാഭമാക്കി തീർത്ത ഒരു ദൈവം, സ്നേഹിക്കുന്ന ഒരു ദൈവം, നമ്മളോട് കൽപ്പിച്ച ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളോടും, ആസാദി TV-യുടെ എല്ലാ ശ്രോതാക്കളോടും ഞാൻ പറയുകയാണ്: നാം സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ഏതൊക്കെ ശത്രു നമുക്കെതിരെ വെല്ലുവിളി ഉയർത്തിയാലും അതിന് നടുവിൽ നമ്മെ അവൻ്റെ കരകൾ വിട്ടുകൊടുക്കത്തില്ല. ഞാൻ അതിൻ്റെ സാക്ഷിയാ, ജീവനുള്ള സാക്ഷിയാ. എൻ്റെ ദൈവം വിശ്വസ്തനായി പ്രതിസന്ധിയുടെ നടുവിൽ എന്നെ നടത്തിയ ദൈവം നാം എല്ലാവരെയും നടത്തുവാൻ ഇടയാകട്ടെ. സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഇങ്ങനെ ഒരു സാവകാശം ഒരുക്കി തന്നതിൽ നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. കർത്താവിന്റെ വരവ് താമസിച്ചാൽ വീണ്ടും കാണുവാനുള്ള സാവകാശങ്ങളും സൗകര്യങ്ങളും ഒരുക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിന് ഒത്തിരി നന്ദി. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ പാസ്റ്റർ പറഞ്ഞു, സൗദിയിൽ ആ പഴയ ഉണ്ടായിരുന്ന അന്തരീക്ഷങ്ങൾ ഒത്തിരി മാറിയെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ ലൈവ് തുടങ്ങുമ്പോൾ തന്നെ അത് പാസ്റ്ററോട് ചോദിച്ചതാണ്. പാസ്റ്റർ പറഞ്ഞു ഒത്തിരി മാറ്റങ്ങൾ ആ ദേശത്തുണ്ടായിരിക്കുന്നു. സത്യത്തിൽ അത് വലിയ പ്രാർത്ഥനയുടെ മറുപടിയാ അല്ലേ? തീർച്ചയായിട്ടും പാസ്റ്റർ, അതിനെക്കുറിച്ച് ഒരു വാക്കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, സൗദി അറേബ്യയിൽ എയർ ടൈറ്റ് ആയിട്ടാണ് റൂമുകൾ പാക്ക് ചെയ്ത് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അന്ന് വില കൊടുത്ത ദൈവദാസന്മാർ ഒരു സമയത്ത് റിയാദിൽ ഓർഡൈൻ മിനിസ്റ്ററായിട്ട് ആരുമില്ലാതിരുന്ന സ്ഥാനത്ത് ഇന്നെല്ലാം ഓർഡൈൻ മിനിസ്റ്ററാണ്. എല്ലാ ഡിനോമിനേഷൻ്റെ ആൾക്കാരുണ്ട്.
എല്ലാ ഡിനോമിനേഷൻ്റെയും ദൈവദാസന്മാർ ശക്തമായിട്ട് സൗദി അറേബ്യ പറയുന്നത്. ഇന്ന് എല്ലാ ചർച്ചുകളിലും മ്യൂസിക് ഇൻസ്ട്രുമെൻസും സൗണ്ട് സിസ്റ്റവും എല്ലാം ഉണ്ട്. അതുപോലെ ദൈവം വിശാലത വരുത്തി, ദൈവനുള്ള സാവകാശം ഒരുക്കി. വിശ്വസ്തനായ ദൈവം കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഈ ദേശത്ത് സ്വന്തമായി ആരാധനാലയങ്ങൾ നിർമ്മിക്കാനുള്ള ക്രമീകരണങ്ങൾ, അതിൻ്റെ തുടക്കം ഇടയ്ക്കൊന്ന് ഇട്ടായിരുന്നു. അതിപ്പോൾ എനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്നാൽ സ്വതന്ത്രം ഇവിടുത്തെ ഭരണാധികാരിയായിരിക്കുന്ന ആ സ്വതന്ത്ര രാജാവ് അതിനുള്ള ചില സാവകാശങ്ങൾ മുന്നോട്ട് ഓപ്പണാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പണ്ട് സൗദി അറേബ്യയിൽ സ്വാതന്ത്ര്യമില്ലാത്ത ഈ രാജ്യത്ത് ഇന്ന് ക്രിസ്മസിനും സ്വതന്ത്രം നാട്ടിൽ വയ്ക്കുന്നത് പോലെ സ്റ്റാർ മേടിക്കാൻ കിട്ടും. ക്രിസ്മസ് ട്രീയും മറ്റു ഡെക്കറേഷനും ക്രിസ്മസ് കരോളും എല്ലാം ഇന്നുണ്ട് ഓപ്പണായിട്ട്. അത്രയ്ക്ക് സ്വാതന്ത്ര്യം തന്ന സർവശക്തനായ ദൈവമാണ്. തീർച്ചയായിട്ടും പറഞ്ഞ പ്രശ്നം. ലോകം മാറിക്കൊണ്ടിരിക്കുക, പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ മടുത്തു പോകണ്ട. എല്ലാ രാജ്യങ്ങളിലും അത് സംഭവിക്കും, നമ്മുടെ ഇന്ത്യയിൽ സംഭവിക്കും. ഇന്ത്യയിൽ ഈ ദിവസങ്ങളൊക്കെ ഒത്തിരി പ്രതികൂലമുള്ള ദിവസങ്ങളാണല്ലോ. പക്ഷേ പ്രാർത്ഥന അത് വൻമലകളെ മാറ്റുവാനിടയായിത്തീരും. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പാസ്റ്റർ ജീവിതാനുഭവങ്ങൾ കേട്ടപ്പോൾ എനിക്കും അതാണ് ആവർത്തിച്ച് പറയാൻ തോന്നിയത്. പാസ്റ്റർ എന്തെങ്കിലും ജീവിതാനുഭവങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയാം. കർത്താവ് നടത്തിയ വിധങ്ങൾ പ്രേക്ഷകർ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്ന മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ പറയാം. ഇല്ല എങ്കിൽ പാസ്റ്റർക്ക് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിച്ച് ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ പറഞ്ഞിട്ട്. അങ്ങനെ വലിയ സീരിയസ് കേസായിട്ട് പറയാൻ തക്ക വലിയ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വാസത്തിലേക്ക് ഇറങ്ങിയെങ്കിലും എനിക്ക് വലിയ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും എനിക്ക് വന്നിട്ടില്ല. വീട്ടുകാർ വലിയ കല്യാണത്തിന് സഹകരിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇന്നിപ്പം ഞാനില്ലാതെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. ഏതൊരാവശ്യത്തിനും അവരെന്നെ വിളിക്കും, പ്രാർത്ഥിപ്പിക്കും, ഇതൊക്കെ എന്നെ ചെയ്യും. അല്ലാതെ എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ട് എനിക്ക് വലിയൊരു പ്രതിസന്ധി പോലെ വന്ന് കഷ്ടതയൊന്നും എനിക്ക് വന്നിട്ടില്ല. ആത്മീയത്തിന് വേണ്ടി ഞാൻ പോരാടി നിന്നിട്ടേ ഉള്ളൂ. ആശ്വതം അല്ലാതെ മറ്റ് പ്രതിസന്ധികളായിട്ട് വേറെ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ജോലി സംബന്ധമായും സാമ്പത്തികമായിട്ടും ഒക്കെ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അതൊരു വലിയ കാര്യമൊന്നുമല്ല. കർത്താവ് അതിനേക്കാൾ ഉപരി ജയാളിയായി നിർത്തുന്നതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. പാസ്റ്റർക്ക് തന്നെ പ്രാർത്ഥിക്കാം കേട്ടോ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. തീർച്ചയായിട്ടും ഞാനൊരു നിമിഷം പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ ഇപ്പോൾ ഓർപ്പിച്ചപ്പോൾ ഒരു കാര്യം ഓർത്തു. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ ഇന്നും ഛത്തീസ്ഗഡിന് വേണ്ടി ഇന്ന് ഞങ്ങൾ വളരെ ശക്തമായി പ്രാർത്ഥിക്കുന്നവർ കൂടെ. നോർത്ത് ഇന്ത്യക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെയും പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഞങ്ങളുടേത്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യക്ക് വേണ്ടി ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾക്ക് പ്രവർത്തനമുണ്ട്. ഈ സമയം അതും കൂടെ ഓർപ്പിക്കട്ടെ. ഒറീസയിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ വേലകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സുതറം റായ്ഗഡ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിനെ ഞങ്ങളുടെ കേന്ദ്രമാക്കി അവിടെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ സുതറം മുംബൈയിൽ നിന്ന് സുതറം 9 പേരെ മിഷണറിമാരായിട്ട് ഞങ്ങൾ അവിടേക്ക് അവരെ അയച്ചിരിക്കുകയാണ്. മുംബൈ CSCയിൽ അവിടെയുള്ള ഒരു ജിക്സൺ ജെയിംസ് എന്ന് പറഞ്ഞൊരു ദൈവദാസന്റെ നേതൃത്വത്തിലാണ് 9 പേര് അവിടെ പോയിട്ടുണ്ട്. അവിടെ പ്രവർത്തനം നടക്കുന്നു. ഇന്നലെ 10 പേര് ശാനപ്പെട്ടു. നാളെ വീണ്ടും 10 പേര് ശാനപ്പെടാനുണ്ട്. സ്വതന്ത്രം അങ്ങനെ നോർത്ത് ഇന്ത്യ ഞങ്ങൾക്ക് മറക്കാൻ കഴിയത്തില്ല. ഇവിടെയുള്ളവർ പ്രാർത്ഥിക്കാറുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവ് സഹായിക്കട്ടെ. ഒരു നിമിഷം ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പായി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളും ആവശ്യപ്പെടുന്നു. പണ്ട് റഷ്യക്ക് വേണ്ടി, റഷ്യ എന്തെന്നറിയാതെ റഷ്യക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആശ്രിതം അപ്പച്ചനും അമ്മച്ചിമാരുടെയും പ്രാർത്ഥന സ്വർഗം കേട്ട് റഷ്യ സ്വാതന്ത്ര്യമെത്തിയ ദൈവം സൗദി അറേബ്യയിലും അതേ പ്രവർത്തി ചെയ്യും. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞങ്ങൾ ആവശ്യപ്പെടുന്നു. യേശുദൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന, എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് എല്ലാ പ്രേക്ഷകരോടും ഞാൻ അപേക്ഷിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി ദൈവത്തോട് നന്ദി പറയുന്നു. ഇങ്ങനെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ മീഡിയയിൽ ഒരുമിച്ചായിരിക്കാൻ, അസാദ് ടിവിയുടെ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുവാൻ തക്ക വേണം സ്വർഗത്തിലെ ദൈവമേ ഇടയാക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ
വിശ്വാസത്തിൽ ക്ഷീണിത അനുഭവിക്കുന്നെങ്കിൽ ദൈവമേ അവരെ നീ ബലപ്പെടുത്തണമേ, അവർക്ക് ധൈര്യം പകരുമാറാകണമേ. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവര് ആത്മീയ ദൃഢതയുള്ളവരായി, ശക്തിയുള്ളവരായി, കർത്താവിന് വേണ്ടി നിൽക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം സ്വർഗം അവിടുന്ന് ഇടയാക്കുമാറാകണമേ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ എല്ലാ വ്യൂവേഴ്സിനെയും ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാൻ ഈ എളിയവൻ അനുഗ്രഹിക്കുന്നു. അങ്ങ് തന്ന അധികാരത്തിന് മറവിൽ നിന്നുകൊണ്ട് യേശുദരം വല്ലരിയ ഈ സമയം അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇതിന്റെ പ്രവർത്തനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവദാസമിന് പാസ്റ്റർക്കായി, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെതായി നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കത്താവ്. ഈ ചാലലിയ പ്രവർത്തന നിമിത്തം അനേകർ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയാകണമേ, അനേകർ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ ഇടയാകണമേ, ദൈവനാമ മഹത്വമായി തീരുവാൻ സ്വർഗം അവിടുന്ന് ഇടയാക്കണമേ. അങ്ങ് തന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തോട് നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാ പ്രേക്ഷകരെയും പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു പാസ്റ്റർ. ഇത്ര സമയങ്ങൾ ഞങ്ങളോടൊപ്പം വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിൽ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, ശുശ്രൂഷകളെ മാനിക്കട്ടെ, ദേശത്ത് വലിയ ദൈവപ്രവൃത്തി കാണുവാൻ ഇനിയും കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു. പ്രേക്ഷകരോടുള്ള നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലസ് യു.